ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് കെമിക്കൽ കൈനറ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ. അതിന്റെ ആ കണ്ടന്റ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ന് പുതിയ ചാപ്റ്റർ തന്നെയാണ് തുടങ്ങുന്നത്. എങ്കിലും ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കൺസെപ്റ്റുകൾ ഒന്ന് ഓർഡറിലൊന്ന് പറയാം കേട്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ട് പുതിയ ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ് തുടങ്ങുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ബയോമോളിക്യൂൾസ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് DNF എടുക്കുക. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് തീർന്നു കിട്ടുമല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. ഓക്കെ, DNF കുറെ പേർക്കുണ്ടോ? എത്ര പേർക്ക് DNF വേണം എന്നുള്ളതാണെങ്കിൽ ബയോമോളിക്യൂൾസ് എത്ര പേർക്ക് ആവശ്യമുണ്ട്? ബയോമോളിക്യൂൾസ് മതി. ഒന്നല്ലെങ്കിൽ DNF എടുക്കാം, അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ് എടുക്കാം. ഒരു കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ബയോമോളിക്യൂൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരൊക്കെയോ പറഞ്ഞു, അതുകൊണ്ടാണ് പിന്നെ അത് എടുക്കാന്ന് പറഞ്ഞാൽ വേഗം തീരും കേട്ടോ, ഓർത്ത് പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞിട്ട് DNFിലേക്ക് വരാം. പെട്ടെന്ന് തീരുമ്പോൾ ആ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു എന്നുള്ള ഒരു ലെവലിലാവുമല്ലോ കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കെമിക്കൽ കൈനറ്റിക്സിന്റെ കണ്ടന്റ് തീർന്നു. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, ഓർത്ത് നോക്കാം. അപ്പോ അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 30 അല്ലെ. എക്സസൈസിൽ 30 ആണ് നമ്മൾ ചെയ്തത്. ക്വാഡ്രപ്പിൾസ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. ക്വാഡ്രപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? 4 ടൈം ഇൻക്രീസ് ചെയ്യും. അതിന്റെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? log K2/K1 is equal to ഇവിടെ പറഞ്ഞു ഇക്വേഷൻ ഞാൻ പറഞ്ഞു ചോദിക്കുന്നു. T1 into T2. Arrhenius equation K equal to Arrhenius equation K equal to അപ്പൊ വീഡിയോ കണ്ട് ചെയ്ത് വരണ്ടല്ലേ കേട്ടോ. ഇനി ക്ലാസ്സിൽ വരാത്ത ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് എടുക്കൂല കേട്ടോ, ഓർത്ത് നോക്കുക. കഥ മാറി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എല്ലാ ടൈമും കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് +2 വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. കാരണം എന്താണെന്ന് അറിയാലോ, സെപ്റ്റംബർ ഒക്ടോബറിൽ ലാസ്റ്റ് വീക്കോട് കൂടി എന്തായിരിക്കും നിങ്ങൾക്ക് മോഡൽ സ്റ്റാർട്ട് ചെയ്യും. ഫുൾ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട ലെവലാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇനി എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു എക്സാം വെച്ചിട്ടുണ്ട്. എക്സാം അല്ലെ, ഡിക്ലറേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അവിടെ നിന്ന് തൊട്ട് നിങ്ങളുടെ കറക്റ്റ് കാര്യങ്ങളൊക്കെ വാലുവേറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഓരോ പോർഷൻസ് പഠിച്ച് ക്ലിയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി എന്നുള്ളതിലേക്ക് വരിക കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമുക്ക് 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് കെയുടെ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ K equal to ഫസ്റ്റ് ഓർഡർ R0/R അല്ലെ, ഓർത്ത് നോക്കാം. ദെൻ T half ഫസ്റ്റ് ഓർഡർ 0.693 divided by K അല്ലെ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് സീറോ ഓർഡർ K equal to ഉണ്ടായില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ? പ്രത്യേക പറഞ്ഞു സീറോ ഓർഡർ R0 minus R divided by T. Then Michelle, all equations വേഗം അങ്ങോട്ട് ഓർഡറിൽ അങ്ങ് പറഞ്ഞു. Then ഫസ്റ്റ് ഓർഡർ തന്നെ K കൂടി പറഞ്ഞു. ഫസ്റ്റ് ഓർഡർ K equal to 2.303 divided by T log R0/R അല്ലേ, ഓർത്ത് നോക്കാം. ദെൻ ക്രിസ് ബാക്കി വരുന്ന അരീനസിന്റെ 3 ഇക്വേഷൻ ഉണ്ട്. ആ 3 ഇക്വേഷന്റെ ഫോർമാറ്റ് ഓർഡറിൽ പറഞ്ഞു. നോട്ട് എഴുതണം കേട്ടോ, സമ്മതിക്കില്ല കേട്ടോ. ഓക്കെ, ഇനി പതുക്കനെ. ഇനി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചോ, എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ നോട്ട് എനിക്ക് വേണം കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ഞാൻ തന്നേക്കുന്ന നോട്ട് എനിക്ക് അതുപോലെ തന്നെ വേറെ ആരുടെയെങ്കിലും ഫോട്ടോ കോപ്പി എടുത്താലും ഇതായാലും, അല്ലെങ്കിൽ കോപ്പി എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. നിങ്ങളിതിൽ സമയമില്ലാത്തതുണ്ട്, പക്ഷേ അതെനിക്ക് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ റിവിഷൻ തുടങ്ങുന്ന സമയത്ത് കണ്ടന്റ് റിവിഷൻ അല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോ ചാപ്റ്ററിന്റെ 50 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലെവല്. പാസ്റ്റ് ഇയർ 50 വെച്ച് നമുക്ക് 10 into 50 എത്രയാവും? 500 ക്വസ്റ്റിന്റെ സ്ട്രെങ്ത് നല്ല അൾട്രാ ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, 90% മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. വെറുതെ ഒന്നും നിങ്ങളിങ്ങനെ അൺനെസസറി ഫോക്കസ് ആണ് ആക്ച്വലി വരുന്നത്. വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസും അത് മാത്രം മതി, പക്ഷെ അത് ക്ലിയർ ആയിരിക്കണം. അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണം, മനസ്സിലായി? അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ഡ്യൂട്ടി പോലെ എടുക്കണം ഒരു ചാപ്റ്റർ. അല്ലാതെ ചാപ്റ്റർ വായിച്ചു കൊള്ളാം, അരീനസ് ഇക്വേഷൻ കേട്ടു, എനിക്ക് മനസ്സിലായില്ല, ഡൗട്ട് അത് ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് മനസ്സിലായി, പിന്നെ വേണ്ട.
കേട്ടോ. മൈൻഡ് സമാധാനമായി കഴിഞ്ഞാൽ, നിങ്ങൾ കംഫർട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ വെറുതെ പോകും, നിങ്ങൾക്ക് റിസൾട്ട് വരില്ല. നിങ്ങൾ അൾട്രാ ക്ലിയർ ആയിട്ട് കിട്ടണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 100ലേക്കാണ്. 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ എയിം എന്ന് പറഞ്ഞാൽ 90 എന്ന് പറഞ്ഞൊരു 85 to 90 നിങ്ങൾക്ക് അത് വെച്ച് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്തു. ഇനി നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടണോ, എൻട്രൻസിൽ ഇതേ പാറ്റേൺ ഒന്ന് ഇത് ചെയ്തോ, പറ്റും കേട്ടോ. ഇനി അതല്ലാത്ത പാറ്റേൺ ആയിട്ടുള്ളത് ഹൈ ഓറിയന്റഡ് ആയിട്ട്, ഇപ്പോൾ IAS ആകുമ്പോൾ അവർ അങ്ങനെ പഠിച്ചാൽ കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്റർവ്യൂ ലെവൽ വെക്കും അല്ലെ, റൗണ്ട് ദ ടേബിൾ ഇന്റർവ്യൂ, പല വ്യൂവിൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇയാൾ ടോപ്പ് റാങ്ക് പോകും. പിന്നെ വരുന്നത് JEE അഡ്വാൻസിൽ വരുന്ന ടൈപ്പ്. ഇത് രണ്ട് മെയിൻ ആയിട്ട് വരുന്ന ഒരു എന്താണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും നിങ്ങൾ എന്ത് ചെയ്യാലും, ഇപ്പോൾ PSC എഴുതാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ പോലും പാസ്റ്റ് ഇയറിൽ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് അതിനെ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയും. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഓരോ മാർക്ക് കിട്ടണമെങ്കിലും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ഇപ്പൊ 91 ആക്കണം, 95 ആക്കണം, 99 ആക്കണം, 100 ആക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലാണ് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ലെവലിലേക്ക് നിങ്ങൾ എത്തണം ഫസ്റ്റ് കേട്ടോ. ഓർത്ത് നോക്കാം, മോഡലിന് മുമ്പ് എനിക്കത് തീർക്കണം. ഓക്കെ, ദെൻ കെയുടെ ഇക്വേഷൻ. കെ ഫസ്റ്റ് ഓർഡറിന്റെ മോനെ കേട്ടോ, ഫസ്റ്റ് ഓർഡർ. അതേതായിരുന്നു? 0 ഓർഡറിന്റെ കേട്ടോ. ഓർത്ത് നോക്കാം, ഫസ്റ്റ് ഓർഡറിന്റെ കെ എന്തായിരുന്നു? 2. ടി കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേ. കെ ഈക്വൽ ടു 2.303. ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായ ആൾക്കാർക്ക് അറിയാം, നമ്മളത് വീണ്ടും എന്ത് ചെയ്തു, ഏറ്റവും അവസാനിപ്പിച്ച ലാസ്റ്റ് ഒരു പേജിലേക്ക് എഴുതി അല്ലേ, എന്നിട്ടാ വൈൻഡപ്പ് ചെയ്തേ അല്ലേ, അങ്ങനെയല്ലേ? ഇവിടെ ഓർത്ത് നോക്കാം. ദെൻ ആത്മാ മോനെ പറഞ്ഞേ കെയുടെ ഇക്വേഷൻ. ഇപ്പൊ അയാൾ പറഞ്ഞ അതേ ഇക്വേഷൻ, കെ ഈക്വൽ ടു സെയിം. ദെൻ ടി ഹാഫിന്റെ ഇക്വേഷൻ ഒന്നും കൂടി പറയാം. വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് റയാൻ കേട്ടോ, കാല് വയ്യാണ്ടിരിക്കണമെന്നൊക്കെ അറിയാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ, ഓർത്ത് നോക്കാം. റയാൻ ഓക്കെ മോനെ, ലാസ്റ്റ് പഠിപ്പിച്ച അരീനസ് ഇക്വേഷൻ കെ ഈക്വൽ ടു എന്ന് പറഞ്ഞേ. EA/RT. ഓക്കെ കേട്ടോ, ഓക്കെ റൈറ്റ് ആണ്. ദെൻ ദേവപ്രിയൻ കേട്ടോ, ഓർത്ത് നോക്കാം. ദേവപ്രിയൻ നമ്മള് കെയുടെ ഇക്വേഷൻ നോട്ട് വെൽ, ഓക്കെ വയ്യാണ്ടിരിക്കുകയാണ്, ഓക്കെ അപ്പൊ ഒന്നും വേണ്ട. ദെൻ ഇഗ്നാഷ് കെയുടെ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡറിന്റെ. കേട്ടില്ല, ഒന്നുകൂടി ഓർക്കാൻ അപ്പുറം ഉണ്ടായില്ല ലാസ്റ്റ് ക്ലാസ്സിൽ. വീഡിയോ കാണണോട്ടോ, വീഡിയോ കണ്ട് നോട്ട് എഴുതണം, നോട്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യണം, പറയണം, കൺവേ ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ മാത്രമായിട്ടുള്ള ആൾക്കാർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ രാത്രി സെക്ഷൻസ് വെക്കും, എന്നെ പറഞ്ഞ് കേൾപ്പിക്കേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്യൂർ ഓൺലൈൻ ആയിട്ട് 2 പേരുണ്ട്. അപ്പോൾ അവർ 2 പേർക്കും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര ഓരോ ചാപ്റ്റേഴ്സിന്റെ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ് ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നോക്കി നോട്ട് എഴുതി ആ നോട്ടും ഈ കണ്ടന്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓരോ ചാപ്റ്ററിന്റെ ഒരു 50 ക്വസ്റ്റ്യൻസ് വെച്ച് പറഞ്ഞ് കേൾപ്പിക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. അതൊരു ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേട്ടോ പാരലായിട്ട് ചെയ്തു പോകണമെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇന്ന് നമുക്ക് ബയോമോളിക്യൂൾ കേട്ടോ, ചാപ്റ്റർ ബയോമോളിക്യൂൾ. ഹെഡിങ് എഴുതി വെച്ചേ, ബയോമോളിക്യൂൾ. ബയോമോളിക്യൂൾ ചാപ്റ്റർ കണ്ടന്റ് ഒന്ന് ഓർഡറിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബയോമോളിക്യൂൾ എന്താണ് എന്നുള്ള രീതിയിൽ. ബയോമോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ 5 മെയിൻ ആയിട്ട് വരുന്ന ബയോമോളിക്യൂൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 നമ്മുടെ ബോഡിയിലൊക്കെ അല്ലെ അനിമൽ ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ടേമുകളായിട്ട് വരുന്ന മോളിക്യൂൾസുകളാണ് ഇവിടെ മെയിൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് ഫസ്റ്റ്. സെക്കൻഡ് വരുന്നത് പ്രോട്ടീൻ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ ആണ് മേജർ ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ കേട്ടോ. മെയിൻ ടോപ്പിക് ആയിട്ട് നിൽക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് എൻസൈം, ദെൻ വൈറ്റമിൻസ്, ദെൻ ലാസ്റ്റ് വരുന്നത് DNA ആൻഡ് RNA കേട്ടോ. ഓർത്തോ, ഇങ്ങനെ 5 ടോപ്പിക്. DNA ആൻഡ് RNA കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിക് ആസിഡ്സ് കേട്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെ 5 ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്ററിലെ മെയിൻ ഹെഡിങ്സ് ആയിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ഈ ഹെഡിങ്സുകളാണ് എഴുതി പോകുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഹെഡിങ്സ് ഒന്ന് എഴുതിപ്പോയേ. ബയോമോളിക്യൂൾ അണ്ടർലൈൻ ചെയ്യാം.
മെയിൻ ആയിട്ട് 1, 2, 3 ആയിട്ട് എഴുതി പോകണം കേട്ടോ. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്, സെക്കൻഡ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, സെക്കൻഡ് എന്തായിരുന്നു പ്രോട്ടീൻ, തേർഡ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, തേർഡ് വരുന്നത് എൻസൈം, എൻസൈം, ഫോർത്ത് വൈറ്റമിൻസ്, ഫോർത്ത് വൈറ്റമിൻസ്, ലാസ്റ്റ് വരുന്നത് ന്യൂക്ലിക് ആസിഡ് വിത്തിൻ ബ്രാക്കറ്റിൽ DNA ആൻഡ് RNA. എൻസൈം, വൈറ്റമിൻസ്, ലാസ്റ്റ് ഹെഡിങ് ആയിട്ട് വരുന്നത് ന്യൂക്ലിക് ആസിഡ് ബ്രാക്കറ്റില് DNA ആൻഡ് RNA, DNA ആൻഡ് RNA, DNA ആൻഡ് RNA. ഓർത്തു നോക്കാം. ഇനി നമുക്ക് എന്തായാലും ഹെഡിങ് എന്തായിരിക്കും വരാൻ പോകുന്നത്? ഫസ്റ്റ് ഹെഡിങ് അപ്പോ കാർബോഹൈഡ്രേറ്റ് ആണ്. ഹെഡിങ് എഴുതി വെക്കുക, കാർബോഹൈഡ്രേറ്റ്. ഹെഡിങ് എഴുതി വെക്കുക, കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ്. ഓർത്തു നോക്കുക, ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് കുറെ നമ്മൾ ബയോളജിക്കൽ ടേമുകളും അതുപോലെ തന്നെ എഴുതാനായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത് കേട്ടോ. ഓർത്തു നോക്കുക, പഠിക്കാനായിട്ട് എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ ഒന്ന് തന്നെയാണിത് കേട്ടോ. ഓർത്തു നോക്കുക, കെമിക്കൽ കൈനറ്റിക്സും പോലെ തന്നെ ഇത് ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് വരുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിൽ നമ്മൾ ആദ്യത്തെ ഒരു ഡെഫിനിഷൻ അവർ പറയുന്നത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞേ, പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, അതിനെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ, അതൊരു മോണോസാക്രൈഡ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിനെ പിന്നെ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്തൊക്കെയാണ്? മോണോസാക്രൈഡ്, പിന്നെ എന്ത് വരും? ഒലിഗോസാക്രൈഡ്, പിന്നെ എന്ത് വരും? പോളിസാക്രൈഡ്. 3 കാറ്റഗറി. അപ്പൊ കാർബോഹൈഡ്രേറ്റിൽ എത്ര ഡിവിഷൻ ഉണ്ട്? മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ് കേട്ടോ. ഓർത്തോ, അങ്ങനെ 3 കാറ്റഗറി വരും. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇനി ഹെഡിങ്സ് ആയിട്ട് ഈ ചാപ്റ്റർ ഇതിന്റെ അണ്ടറിൽ വരുന്നത്. മോണോഹൈഡ്രേറ്റിന് മെയിൻ ആയിട്ട് 2 എക്സാമ്പിൾ വരും, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ദെൻ ഒലിഗോസാക്രൈഡില്, ഒലിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 10 മോണോസാക്രൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് വരുന്നത്? ഒലിഗോസാക്രൈഡ് എന്ന് പറയുന്നത്. ഈ ഒലിഗോസാക്രൈഡിൽ ഡൈസാക്രൈഡ്സേ നമുക്ക് എക്സാമ്പിൾ പഠിക്കാനായിട്ടുള്ളൂ. ഡൈ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 മോണോസാക്രൈഡ് ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ഡൈസാക്രൈഡ്. അപ്പൊ 3 ജോയിൻ ചെയ്താൽ 3 മോണോസാക്രൈഡ് ജോയിൻ ചെയ്ത് ടുഗദർ ടു ഫോം ട്രൈസാക്രൈഡ്. 4 വന്ന ടെട്രാസാക്രൈഡ്, പെന്റാസാക്രൈഡ്, അങ്ങനെ പോകും. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് ഡൈസാക്രൈഡ്സ് ആണ് അതിൽ ആകെ പഠിക്കാനായിട്ടുള്ളത്. ഡൈസാക്രൈഡ്സിന് 3 എക്സാമ്പിൾ വരുന്നുണ്ട്. ആ എക്സാമ്പിൾ ആണ് ഹെഡിങ് ആയിട്ട് വരിക. അതിൽ ആദ്യം വരുന്നത് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. അതൊക്കെയാ സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. അപ്പൊ ആ എക്സാമ്പിൾ ആണ് നമുക്ക് വീണ്ടും വരുന്നത്. അത് കഴിഞ്ഞ് പോളിസാക്രൈഡ്. പോളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പണ്ട് പഠിച്ചിട്ടുണ്ട് പോളി അല്ലെ? പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താ? പോളിമർ അല്ലെ? പോളി എന്ന് പറഞ്ഞാൽ എന്താ? മിനി എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. അപ്പോ പോളിയം അല്ലെ? മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് എന്നാണ്. ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് ജോയിൻ ടുഗദർ ടു ഫോം എന്താണ്? പോളിസാക്രൈഡ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർച്ച് ചോറൊക്കെ കഴിക്കാറില്ലേ? ആ കഞ്ഞിവെള്ളം, അതൊക്കെ സ്റ്റാർച്ച് ആണ് ആക്ച്വലി വരുന്നത്. അതിൽ തന്നെ അമൈലോസും അമൈലോപെക്റ്റിനും ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറയുമ്പോൾ എന്താ? വുഡിന്റെ അല്ലെ? സെൽവാൾ ഇതുകൊണ്ടിട്ടേക്കത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചല്ലേ സെല്ലുലോസ് അല്ലെ? സെൽവാൾ. അപ്പൊ നമുക്കറിയാം പേപ്പർ, അതുപോലെ വുഡ്, അതൊക്കെ എന്താണ് ആക്ച്വലി അല്ലെ? കോട്ടൺ, അതൊക്കെ എന്താ? സെല്ലുലോസ് ആണ്. ദെൻ ഗ്ലൈക്കോജൻ, അനിമൽ ഫാറ്റ്, നമ്മുടെ സ്കിന്നിന്റെ അടിയിലൊക്കെയുള്ള ഫാറ്റ് ഇല്ലേ? ആ ഫാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോജൻ. ഇത്രയും ഹെഡിങ്സ് ആണ് നമുക്ക് ഇതിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് വരുന്നത്. വലിയൊരു ടോപ്പിക്കാണ് ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് ആണ് വലിയ ഏരിയ ആയിട്ട്, ബാക്കിയൊക്കെ കുറച്ച് ഏരിയ ഉള്ളൂ ആക്ച്വലി. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട്, ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ഡെഫിനിഷൻ എഴുതുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം നോക്കാം. ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഗ്ലൂക്കോസ് എത്രയാ? C6H12O6 കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഈ ഗ്ലൂക്കോസ് എങ്ങനെ ഇരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടോ? 1, 2, 3, 4, 5, 6. എത്ര കാർബൺ ഉണ്ട് ഇവിടെ അല്ലെ? 6 കാർബൺ. അപ്പൊ ആദ്യം ഇങ്ങനെ വരക്കാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ നമ്പർ ഇടുക. അത് കണ്ടോ? 1 നമ്പർ എന്തിനാൻ വേണ്ടിയിട്ടാ? മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ
കാർബണിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു നമ്പർ ഒക്കെ ഇട്ട് നോക്കാം. 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ഇടാം. അപ്പോ ഇതില് എല്ലാത്തിലും ഇത് കണ്ടോ, ഇവിടെ ഏറ്റവും ടോപ്പിൽ വരുന്നത് CHO ആണ്. ഏറ്റവും ടോപ്പിൽ എന്താ വരുന്നത്? CHO. പിന്നെ ഇത് 1 2 3 4 ഇതിൽ തേർഡ് പൊസിഷൻ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. ബാക്കിയുള്ള എല്ലാ പൊസിഷനിലും ഇത് വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, OH ഇങ്ങനെ കൊടുക്കുക, OH ഇങ്ങനെ കൊടുക്കുക. ഇത് കണ്ടോ ഞാൻ ചെയ്യുന്നതാണ്ടോ, OH പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയണേ കേട്ടോ, മറക്കല്ലേ, മെത്തേഡ് മറക്കല്ലേ. ദെൻ അതിന് ഓപ്പോസിറ്റ് ഒക്കെ എന്ത് കൊടുക്കുക? H കണ്ടോ, H. അപ്പോ തേർഡിൽ മാത്രം എന്ത് ചെയ്യും? കണ്ടോ, ഓർത്ത് നോക്കുക, ഇവിടെ H കൊടുത്തു. തേർഡിൽ മാത്രം നേരെ ഉൾട്ടയാകും, ഇവിടെ H, ഇവിടെ OH. കണ്ടോ, ഓർത്ത് നോക്കുക. അപ്പോ ഈ സൈഡ് കണ്ടോ മുഴുവനും OH ആയിട്ട് നിൽക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം ആക്ച്വലി ഈ മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്ന ഒരു ഏരിയ. കേട്ടോ, ഓർത്ത് നോക്കുക. ഇതാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് കഴിച്ചാൽ അതിൽ എന്തുണ്ട്? ആൽഡിഹൈഡ്. ഇനി ആൽഡിഹൈഡിന് കണ്ടറില്ലെന്നൊന്നും പറയരുത് കേട്ടോ, ഓർത്ത് നോക്കുക. എല്ലാ ഇതും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ്. ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ആവില്ല, മനസ്സിലായോ? ഗ്ലൂക്കോസിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാറൊന്നുമില്ല. ഗ്ലൂക്കോസ് തന്നെ ആയിട്ടിരിക്കും അല്ലേ, ഓർത്ത് നോക്കുക. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ്. വാട്ട് യു മീൻ മോണോസാക്കറൈഡ്? cannot further divided into simpler unit is known as the monosaccharide. മോണോസാക്കറൈഡ് വെള്ളത്തിലിട്ടാൽ പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അങ്ങനെയുള്ളതിനെ എന്ത് വിളിക്കും? മോണോസാക്കറൈഡ് എന്ന് വിളിക്കും. അതേ സമയത്ത് ഡൈസാക്കറൈഡ് എന്നൊക്കെ പറയുന്നത് എന്ത് പറ്റും? സ്പ്ലിറ്റ് ആവും. ഡൈസാക്കറൈഡ് ചില സബ്സ്റ്റൻസ് വായിലിട്ട് ഇങ്ങനെ കടിച്ച് ചവച്ച് കഴിയുമ്പോൾ ഒരു മധുരം വരും അല്ലെ, കൂടുതലായിട്ട് വരും. ഇപ്പോൾ റൈസ് തന്നെ നിങ്ങൾ കുറെ സമയം കടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സ്വീറ്റ്നെസ് കയറി വരും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതെന്താണ്? പോളിസാക്കറൈഡ് ആണ്. അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. നമ്മുടെ സലൈവയിലുള്ള എൻസൈമിന്റെ പേരെന്താ ബയോളജിക്കാർ പറഞ്ഞേ? സലൈവറി അമൈലേസ് അല്ലെ, ടയാലിൻ എന്ന് പറയുന്നത്, ഓർ ടയാലിൻ. അപ്പോൾ ആ സലൈവറി അമൈലേസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്ലൂക്കോസിന്റെ ടേസ്റ്റ് ഒക്കെ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, ദെൻ ഇതാണ് ഗ്ലൂക്കോസ്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയും? കാർബോഹൈഡ്രേറ്റിന്റെ പോളിഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ ആരാ? ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താ? OH. കണ്ടോ, ഓർത്ത് നോക്കാം. എന്തുകൊണ്ടാണ് അതിനെ ഹൈഡ്രോക്സി എന്ന് വിളിച്ചേ? പാരന്റ് ചെയിൻ വേറെയാണ്. കണ്ടോ, പാരന്റ് ചെയിൻ CHO ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ ഓളെന്ന് വിളിച്ചാനേ അല്ലെ, ഓർത്ത് നോക്കാം. CHO വന്നാൽ ബാക്കിയൊക്കെ എന്ത് വരും? ഹൈഡ്രോക്സി, ബ്രാഞ്ചായി മാറി അല്ലെ. അപ്പോ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് വന്നാൽ അത് ഗ്ലൂക്കോസ് ആണ്. കീറ്റോൺ വന്നാൽ എന്ത് വിളിക്കും? എന്ത് വരും? ഫ്രക്ടോസ് ആണ്. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെയുള്ള മോളിക്യൂൾസുകൾ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ജനറൽ ഡെഫിനിഷൻ ആണ്. ഇത് ഗ്ലൂക്കോസിന്റെ ഡെഫിനിഷൻ അല്ല. ജനറൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൽ എല്ലാത്തിലും എന്തുണ്ടാവും? OH ഉണ്ടാവും, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഉണ്ടാവും. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് ഡെഫിനിഷൻ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ആണ് കാർബോഹൈഡ്രേറ്റിന്റെ ആദ്യം എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് അല്ലെ വെറുതെ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് കേട്ടോ. ഓക്കെ, എളുപ്പമല്ലേ? ഓക്കെ, തുടങ്ങി വെക്കാം കേട്ടോ. കാർബോഹൈഡ്രേറ്റ് ഹെഡിങ് എഴുതി വെക്കാം, അതിന്റെ ഡെഫിനിഷൻ എഴുതാം കേട്ടോ. ഇനി നമുക്ക് എഴുതി വെച്ചു കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് കെമിക്കലി ദ കാർബോഹൈഡ്രേറ്റ് the carbohydrate may be defined as chemically the carbohydrate may be defined as chemically the carbohydrate may be defined as optically active polyhydroxyaldehyde. Optically active polyhydroxyaldehydes or ketones. Polyhydroxyaldehyde or ketones. അതാണ് ഫസ്റ്റ് പോയിന്റ് കാർബോഹൈഡ്രേറ്റിൽ എഴുതി വെക്കുന്നത്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. കാർബോഹൈഡ്രേറ്റ് ആർ ഓൾസോ കോൾഡ് സാക്കറൈഡ്സ്. Carbohydrates are also called saccharide. Carbohydrate are also called saccharide. SACCHARIDES. Saccharides. സാക്കറൈഡ്സിന്റെ ഗ്രീക്ക് വേർഡ് ആണത്. അതിന്റെ മീനിങ് ഷുഗർ എന്നാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കുക. ബ്രാക്കറ്റിലെ മീനിങ് ഷുഗർ. സാക്കറൈഡ് എന്നുള്ള വേർഡിന്റെ മീനിങ് ആണ് ഷുഗർ.
The next, classification of carbohydrate. Next heading, classification of carbohydrate. Main heading ആണ് classification of carbohydrate. ക്ലാസിഫിക്കേഷൻ 3 ആണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. അതിന്റെ അണ്ടറില് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റിന്റെ അണ്ടറില് സബ് ഹെഡിങ് ആണ്. ഫസ്റ്റ് ഹെഡിങ് മോണോസാക്രൈഡ്. മോണോസാക്രൈഡ് 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 അണ്ടർലൈൻ ചെയ്യുക. അതിനു മുമ്പ് ഒരു വേർഡ് അവർ ഉപയോഗിച്ചല്ലോ, ഒപ്റ്റിക്കലി ആക്റ്റീവ്. വാട്ട് യു മീൻ ഒപ്റ്റിക്കലി ആക്റ്റീവ്? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എവിടെ പഠിപ്പിച്ചത് നമ്മൾ? ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോരീൻ. അതില് ഫസ്റ്റ് ഹെഡിങ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, SN1 SN2 അല്ലെ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഹെഡിങ് ആയിരുന്നു സ്റ്റീരിയോ ഐസോമറിസം. അവിടെയാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം പഠിച്ചത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അസിമെട്രിക് കാർബണാറ്റം ഉണ്ടാകുമ്പോൾ, അസിമെട്രിക് കാർബണാറ്റവും ഇപ്പൊ ഓരോ കാർബണാറ്റവും അസിമെട്രിക് ഉണ്ട് ഇവിടെ. അങ്ങനെ അസിമെട്രിക് കാർബണാറ്റം വന്നു കഴിഞ്ഞാൽ, അസിമെട്രിക് കാർബണാറ്റം എന്ന് പറഞ്ഞാൽ കാർബണിന്റെ വാലൻസി ഡിഫറന്റ് ആയിരിക്കണം അല്ലെ, ഡിഫറന്റ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി ഗ്ലൂക്കോസിൽ കൂടി പ്ലെയിൻ പോളറൈസ് ലൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലേസർ ലൈറ്റ് ഇല്ലേ, ലേസർ കണ്ടിട്ടില്ലേ ഇങ്ങനെ PPT പ്രസന്റേഷനിലൊക്കെ ഇങ്ങനെ ഒരു ഡോട്ടായിട്ട് നിൽക്കുന്നത് അല്ലെ, പുറത്ത് നോക്കാം. ആ ലേസർ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് സ്ലൈറ്റ്ലി റൈറ്റിലേക്ക് ഡിവിയേറ്റ് ചെയ്യും. അപ്പൊ അതിനെ എന്ത് വിളിക്കും? ഡെക്സ്ട്രോ റൊട്ടേറ്ററി കേട്ടോ. ഓർത്ത് നോക്കാം, ഡെക്സ്ട്രോ റൊട്ടേറ്ററി. അതുകൊണ്ടാണ് ആ വേർഡ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ആ മീനിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദെൻ മോണോസാക്രൈഡ് ആണ് സബ് ഹെഡിങ് കേട്ടോ. ഡെഫിനിഷൻ എഴുതി വെച്ചു കേട്ടോ. മോണോസാക്രൈഡിന്റെ അവിടെ എ കാർബോഹൈഡ്രേറ്റ് ദാറ്റ് കനോട്ട് ബി ഹൈഡ്രലൈസ്ഡ്. മോണോസാക്രൈഡ് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അവിടെ എഴുതിയ എ കാർബോഹൈഡ്രേറ്റ് ദാറ്റ് cannot be hydrolyzed. A carbohydrate that cannot be hydrolyzed further to give a carbohydrate that cannot be hydrolyzed further to give simpler unit a carbohydrate that cannot be hydrolyzed further to give simpler unit of polyhydroxyaldehyde, simpler unit of polyhydroxyaldehyde or ketones. A carbohydrate that cannot be hydrolyzed further to give simpler unit of polyhydroxyaldehyde or ketone is called a monosaccharide. Polyhydroxyaldehyde or ketone is called a monosaccharide. A carbohydrate that cannot be hydrolyzed further to give simpler unit of polyhydroxyaldehyde or ketone is called a monosaccharide. Example എഴുതുക കേട്ടോ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് എക്സെട്ര. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് എക്സെട്ര. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് എക്സെട്ര. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഒലിഗോസാക്രൈഡ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ഒലിഗോസാക്രൈഡ്. എന്തായിരുന്നു നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒലിഗോസാക്രൈഡ്. Carbohydrate that yield 2 to 10 monosaccharide unit. Carbohydrate that yield 2 to 10 monosaccharide unit. 2 to 10 monosaccharide unit on hydrolysis are called oligosaccharides. Example disaccharide hyphen. Example disaccharide ആണ് നമുക്ക് പഠിക്കാനുള്ളത്. disaccharide hyphen എഴുതി വെക്കുക. sucrose,
കൊമ മാൾട്ടോസ് കൊമ പിന്നെന്തായിരുന്നു പറഞ്ഞേ, ലാക്ടോസ്. സുക്രോസ് മാൾട്ടോസ് ലാക്ടോസ്. സുക്രോസ് മാൾട്ടോസ് ലാക്ടോസ്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, പോളിസാക്രൈഡ്. 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 Carbohydrate which yield yield a large number of monosaccharide, unit on hydrolysis are called polysaccharide. Large number of monosaccharide unit on hydrolysis are called polysaccharide. Example, starch, cellulose, glycogen. Starch, cellulose, glycogen, etc. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ അണ്ടറിൽ ഒരു ചെറിയൊരു സബ് പോയിന്റ് ഉണ്ട്, റെഡ്യൂസിങ് ഷുഗർ. കേട്ടോ, ഓർത്ത് നോക്കാം. സബ് പോയിന്റ് ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റിൽ തന്നെ റെഡ്യൂസിങ് ഷുഗറും നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയും. അപ്പോൾ അതിൽ റെഡ്യൂസിങ് ഷുഗർ ഹൈഫൺ എഴുതി വെക്കാം കേട്ടോ. റെഡ്യൂസിങ് ഷുഗർ. Carbohydrate which reduce Fehling solution and tolerance reagent. Fehling solution and tolerance reagent are referred to as reducing sugar. Reducing sugars. Reducing sugar are referred to as reducing sugars. Full stop. All monosaccharide, whether aldose or ketose, are reducing sugar. All monosaccharide, whether aldose or ketose, are reducing sugar. All monosaccharide, whether aldose or ketose, are reducing sugar. കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിലെ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ടോളറൻസ് ടെസ്റ്റ് എന്തായിരുന്നു? ആൽഡിഹൈഡിലേക്ക് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ഇട്ട എന്ത് കിട്ടും? സിൽവർ മിറർ. കണ്ടോ, ഓർത്ത് പോകുന്നത് കണ്ടോ? ആൽഡിഹൈഡ് അല്ലേ, ഗ്ലൂക്കോസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും അല്ലേ? ആ സിൽവർ മിറർ കിട്ടും. അപ്പൊ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനെയാണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. ഇനി ഡൈസാക്രൈഡിൽ ചിലത് മാത്രമേ ഇത് കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റെഡ്യൂസിങ് ഷുഗർ ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നുള്ള കാറ്റഗറിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചേക്കുന്നത്. അല്ല, അതൊരു സെപ്പറേറ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ ഒരു ജനറൽ വരുന്നതാണ് കാര്യം. കണ്ടോ, ഓർത്ത് നോക്കാം. ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയും കാറ്റഗറിയിൽ റെഡ്യൂസിങ് ഷുഗർ ഉണ്ട്, നോൺ റെഡ്യൂസിങ് ഷുഗർ ഉണ്ട്. അപ്പോൾ അതിൽ മോണോസാക്കറൈഡ് എല്ലാം തന്നെയാ റെഡ്യൂസിങ് ആണ്. ഡൈസാക്രൈഡിൽ ചിലത് റെഡ്യൂസിങ് ആയിരിക്കും, ചിലത് എന്താണ് നോൺ റെഡ്യൂസിങ് ആയിരിക്കും. പോളിസാക്രൈഡിൽ ചിലത് റെഡ്യൂസിങ് ആയിരിക്കും, ചിലത് നോൺ റെഡ്യൂസിങ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാറ്റഗറൈസേഷൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഓർഡറിൽ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ എഴുതിയേക്കുന്ന എക്സാമ്പിൾ ഇപ്പൊ കാണാതെ പഠിക്കണം. അത് ചോദിക്കും എന്നിട്ടാണ്, അതാണ് ഹെഡിങ്സ് വരാൻ പോകുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിൽ ഇനി എത്ര ഹെഡിങ്സ് ഉണ്ടാവും? മെയിൻ കുറെ സബ് ഹെഡിങ്ങുകൾ ഉണ്ടാവും. മെയിൻ ഹെഡിങ്സ് ഏതൊക്കെയായിരിക്കും? ആദ്യത്തെ ഹെഡിങ് ഗ്ലൂക്കോസ്, സെക്കൻഡ് ഹെഡിങ് ഫ്രക്ടോസ്. വലിയ ഹെഡിങ്സ് ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. ആദ്യത്തെ ഹെഡിങ് എന്തായിരിക്കും? ഗ്ലൂക്കോസ്. സെക്കൻഡ് ഹെഡിങ് എന്തായിരിക്കും? ഫ്രക്ടോസ്. തേർഡ് ഹെഡിങ് എന്തായിരിക്കും? റൈബോസ് ഇല്ല, റൈബോസിനെ കാറ്റഗറൈസ് ചെയ്യില്ല അവര് കേട്ടോ. മോണോസാക്കറൈഡ് ഹെഡിങ് ഇല്ല.
മാത്രമേ റൈബോസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഹെഡിങ്സിൽ ആ റൈബോസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എക്സാമ്പിളും പഠിക്കാനുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ റൈബോസിന് ഹെഡിങ് ആയിട്ടില്ല, അതൊരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളവര്. ഹെഡിങ്സ് ആയിട്ട് എന്തൊക്കെ വരും? ഗ്ലൂക്കോസ് വരും, ഫ്രക്ടോസ് വരും. പിന്നെ അത് കഴിഞ്ഞാൽ സൂക്രോസ്, അത് കഴിഞ്ഞാൽ മാൾട്ടോസ്, അത് കഴിഞ്ഞാൽ ലാക്ടോസ്, അത് കഴിഞ്ഞാൽ സ്റ്റാർച്ച്, അത് കഴിഞ്ഞാൽ സെല്ലുലോസ്, അത് കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ. അപ്പൊ എത്ര ഹെഡിങ്സ് ആയി? 8 ഹെഡിങ്സ് ആണ് കാർബോഹൈഡ്രേറ്റ് ഇനി വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് 9th ഹെഡിങ് അത് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ സബ് ഹെഡിങ് ഉണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞേ. അതിൽ ഗ്ലൂക്കോസിന് മാത്രമാണ് വളരെ ലെങ്തി ആയിട്ട് കുറെ അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ റിയാക്ഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അതിന്റെ ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആണ് ആക്ച്വലി ഗ്ലൂക്കോസ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതി വെക്കുക ഗ്ലൂക്കോസ്. പക്ഷെ ഈ 8 ഹെഡിങ്സ് നിങ്ങളിപ്പോൾ പറയണം. ഹെഡിങ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ, എന്നിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വേഗം ഒന്ന് പറയണം കേട്ടോ. ആദ്യം എന്തായിരുന്നു? ഗ്ലൂക്കോസ്. പിന്നെന്തായിരുന്നു? ഫ്രക്ടോസ്. പിന്നെ സൂക്രോസ്. പിന്നെന്തായിരുന്നു? മാൾട്ടോസ്. പിന്നെ ലാക്ടോസ്. പിന്നെ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. കണ്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെ 8 ഹെഡിങ്സ് ആണ്, 8 ഹെഡിങ്സ്. ആ 8 ഹെഡിങ്സ് ആണ് മെയിൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് വരുന്നത്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി അല്ലെ, ഒരു ചാപ്റ്ററിന്റെ ആദ്യത്തെ ടോപ്പിക് ഇത് ഇത്രയാണ്, ഇങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ കിട്ടും. ഓർത്ത് നോക്കാം. ഈ ഞാൻ വരുന്ന ഈ നോട്ട് എടുത്തു കഴിഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ 20 ക്വസ്റ്റ്യൻസ്, 20 or 25 ഉണ്ട്. അത് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഓക്കെ ആകും. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് 2-3 ടൈപ്പുകളുണ്ട്, അതും കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ കേട്ടോ. മെയിൻ ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് ബാക്ക് ആണ്. ഈ ഇതില് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, നിങ്ങൾക്ക് തന്നേക്കുന്ന മെറ്റീരിയൽ ഈ ചാപ്റ്ററിന്റെ മാത്രം ഒന്നില്ല, ഫാസ്റ്റ് ഇയറിന്റെ ഇല്ല കേട്ടോ. ഓർത്ത് നോക്കാം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ബാക്ക് ആണ് ആക്ച്വലി നോക്കുന്നത്, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റർ ഈസിയാണ്, വേഗം നമുക്ക് പഠിച്ചും തീർത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ദെൻ വേഗം ഒന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, റെഡി ആയിക്കോ? റെഡിയാണ്? ഓക്കെ, റെഡിയാണ്. പറഞ്ഞു മിഷേല് പറയാൻ തുടങ്ങും. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞു. അവിടെ പറഞ്ഞു. ഓക്കെ, ഇവിടെ പറഞ്ഞു. Glycogen. അവിടെ പറഞ്ഞു. ഗ്ലൈക്കോജൻ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ മെയിൻ ഹെഡിങ് എഴുതി വെക്കുക ഗ്ലൂക്കോസ് കേട്ടോ, ഓർത്ത് നോക്കുക ഗ്ലൂക്കോസ്. അപ്പൊ ഈ ഗ്ലൂക്കോസിനെ കുറിച്ച് അതിന്റെ താഴെ കുറെ കാര്യങ്ങൾ വരാൻ പോവാണ്. ഗ്ലൂക്കോസില് ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്, അത് കഴിഞ്ഞ് താഴെ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. Preparation of glucose. First എഴുതി വെക്കുക. If sucrose is boiled with a dilute HCl, if sucrose ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ അതിന്റെ താഴെ എഴുതുന്നതാണ് കേട്ടോ, ഓർത്ത് നോക്കുക. പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് അതിന്റെ താഴെ എഴുതണം കേട്ടോ. If sucrose is boiled with dilute HCl or H2SO4 in alcoholic solution, if sucrose is boiled with dilute HCl or H2SO4 in alcoholic solution, glucose and fructose are obtained. Glucose and fructose are obtained. നിങ്ങൾക്ക് കെയിൻ ഷുഗർ അതിന്റെ ഫോർമുല നിങ്ങൾ 10th മുതൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? C12H22O11 കേട്ടോ, ഓർത്ത് വെക്കാം. ഇതാണ് നമ്മുടെ സൂക്രോസ്, കെയിൻ ഷുഗർ, ഇതിനെല്ലാത്തിനും ഒരേ ഫോർമുലയാണ് കേട്ടോ, ഓർത്ത് വെക്കാം. സ്ട്രക്ചേഴ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മോളിക്യൂളിലേക്ക് വാട്ടർ ഇടുക, H2O, അതാണ് ഈ ഡൈല്യൂട്ട് HCl എന്ന് പറയുന്നത്. ആൻഡ് H+ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? H2SO4 or HCl കേട്ടോ, ഓർത്ത് വെക്കാം. ആ ഒരു മീഡിയത്തിൽ ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യും, ഹീറ്റ് ചെയ്യും കേട്ടോ.
അങ്ങനെ ഹീറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് എന്താണ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യാം. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ C6H12O6 ഇത് ഗ്ലൂക്കോസ് ആണ്. അടുത്ത എന്ത് തന്നെയായി വരും? C6H12O6. ഓർത്ത് നോക്കുക, ഇത് ഗ്ലൂക്കോസ്, ഇത് ഫ്രക്ടോസ്. ഓർത്ത് നോക്കാം. രണ്ടിന്റെയും സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടാവും. ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. വേഗം എഴുതി വെക്കുക കേട്ടോ. C6H12O6 രണ്ടിനും സെയിം ആണ്. വാട്ടർ ഉണ്ട് കേട്ടോ. ബാലൻസിങ് വരുന്നത് വാട്ടർ വെച്ചിട്ടാണ്. എക്സസ് ആണത്. വേഗം എടുത്ത് എഴുതുക കേട്ടോ. രണ്ട് പ്രിപ്പറേഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഓർത്ത് കാരണം വേറെ അധികം ചോദ്യമൊന്നും ഇല്ല ഈ ഒരു ഏരിയ. എഴുതിയോ? ഇനി നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് എഴുതുക റിയാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. റിയാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഇനി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. വൺ വേർഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ഈ അടുത്തിടെ കണ്ടിരുന്നതാണ്. ഗ്ലൂക്കോസിനെ നമ്മൾ വിളിക്കുന്ന ആൽഡോ ഹെക്സോസ് എന്നാണ്. ആൽഡോ എന്ന് പറയുമ്പോൾ എന്താ? ആൽഡിഹൈഡ്. ഹെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 6 കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഒരു പോയിന്റ് ഒന്ന് എഴുതി വെക്കുക. ഗ്ലൂക്കോസ് ഈസാനെ ആൽഡോ ഹെക്സോസ്. ഗ്ലൂക്കോസ് ഈസാനെ കേട്ടോ. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയാം. അതിന്റെ താഴെ ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഓർത്ത് നോക്കാം. തനിയെ കട്ടായി പോയിട്ടുണ്ടായി, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഓർത്ത് നോക്കാം. അരുന്ധതി, നമ്മള് ബയോമോളിക്യൂൾസിന്റെ ടോപ്പിക്സ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത്രയും വരെയുള്ള ടോപ്പിക് നോക്കണം. ഓക്കെ. then ഒന്ന് എഴുതി വെച്ചു. നെക്സ്റ്റ് ഗ്ലൂക്കോസ് ഈസാനെ ആൽഡോ ഹെക്സോസ്. ഗ്ലൂക്കോസ് ഈസാനെ ആൽഡോ ഹെക്സോസ് and is also known as dextrose. Glucose is an aldohexose and is also known as dextrose. 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 വൺ വേർഡ് ആയിട്ട് ഈ അടുത്തിടെ ഒരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു. ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഇത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഡെക്സ്ട്രോസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇല്ല. അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് എഴുതി വെച്ചതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ ഹെഡിങ് എഴുതിയ റിയാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്നാണ്. നമുക്കിവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലൂക്കോസിൻസിന് പല കോമ്പൗണ്ടുകളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയാസ് ആണ് കേട്ടോ. ഓക്കെ. ആദ്യത്തെ പോയിന്റ് എഴുതി പോകുക. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അയഡൈഡ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അയഡൈഡ്. ഓരോ പോയിന്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഇനി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. CHO. ഇനി എന്തായിരുന്നു? CHOH. എത്ര ടൈം വരുന്നുണ്ട്? ഷോർട്ട് ആക്കി എഴുതുമ്പോൾ ഇത് 4 ടൈം. ഇവിടെ ലാസ്റ്റ് CH2OH. ഓർത്ത് നോക്കാം. അതിന് നമ്മൾ തേർഡ് പൊസിഷനിൽ ഡിഫറൻസ് ഒക്കെ കണ്ടതാണ് അല്ലെ. ഓർത്ത് നോക്കാം. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI. അതാണ് ഹെഡിങ് കേട്ടോ. ഓർത്ത് നോക്കാം. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അയഡൈഡ്. HI. ഹൈഡ്രജൻ അയഡൈഡ്. HI. ഇതാണ് ഗ്ലൂക്കോസ് കേട്ടോ. ഇത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ. ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിലേക്ക് നമ്മൾ എന്താ ഇടുന്നത്? HI. ഹൈഡ്രജൻ അയഡൈഡ്. അങ്ങനെ HI ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് N ഹെക്സൈൻ ആണ്. C6H14. N ഹെക്സൈൻ. N എന്ന് എഴുതാൻ കാരണം എന്താ? N എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഞ്ച് ഒന്നും ഇല്ലാത്ത ഹെക്സൈൻ കിട്ടും. അപ്പൊ ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കിയേ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? കുറെ ഓക്സിജൻ ഉണ്ട് അല്ലെ. ഓക്സിജനെ റിമൂവ് ചെയ്യും. ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷന്റെ പേരെന്താ? റിഡക്ഷൻ. എന്നിട്ട് എന്താ ആഡ് ചെയ്യും? ഹൈഡ്രജൻ ആഡ് ചെയ്യും. ഇതൊരു HI ആയിരിക്കും? കുറെ ഉണ്ടാവും. ഇത് എക്സസ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം.
അപ്പോൾ ഇത് ഓർത്തു വെക്കുക, ഒരു എച്ച് ഐ വന്നിട്ടല്ല ഇതിനെ ചെയ്യുന്നത്, കുറേ എക്സസ് ആയിട്ടുള്ള എച്ച് ഐ വന്നിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്ലൂക്കോസ് എഴുതണം കേട്ടോ, ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അയഡൈഡ് ടു ഫോം N-hexane ആണ് കിട്ടുന്നത്. ഇക്വേഷൻ ആയിട്ട് എഴുതി വെക്കാം. അടുത്ത റിയാക്ഷൻ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ഇത് എഴുതിയിട്ട് മതി കേട്ടോ. ഓക്കെ, ഇത് എഴുതിയിട്ട് മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആണ് ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അയഡൈഡ്. സെക്കൻഡ് എഴുതി വെക്കുക ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടർ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. N-hexane. ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എത്ര കാർബൺ? CH3 CH2 CH2 അങ്ങനെ വന്നിട്ട് കേട്ടോ. നെക്സ്റ്റ് എഴുതി വെക്കുക ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ഇവിടെ Br2 കൊടുക്കുക, Br2 then H2, ബ്രോമിൻ വാട്ടർ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ഇങ്ങനെ ബ്രോമിൻ വാട്ടർ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടോ, ഈ CH ഉണ്ടല്ലോ, COOH ആവും. അപ്പൊ എന്തായിരിക്കും അത്? അല്ല, കാർബോക്സിലിക് ആസിഡ് ആകും. അപ്പൊ എന്താ, റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? കണ്ടോ, H പോയിട്ട് അവിടെ എന്ത് തോന്നുന്നു അല്ലെ, O വന്നു. അഡീഷൻ ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷൻ. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ COOH ആയി മാറും. ഇതിന്റെ പേര് ഗ്ലൂക്കോണിക് ആസിഡ് എന്നാണ് കേട്ടോ, ഓർത്ത് വെക്കുക. CHOH 4 ടൈം then CH2OH. ഇവിടെ നിങ്ങൾ ഓക്സിഡേഷൻ, മൈൽഡ് ഓക്സിഡേഷൻ ആണ്, ഓക്സിഡേഷൻ എന്ന് എഴുതണം കേട്ടോ. ഓക്സിഡേഷൻ. ഗ്ലൂക്കോണിക് ആസിഡ് കേട്ടോ, ഓർത്ത് നോക്കുക. ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോണിക് ആസിഡ്. ഇവിടെ മൈൽഡ് ഓക്സിഡേഷൻ എന്ന് എഴുതാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഓക്സിഡേഷൻ എന്നാണ്, പക്ഷെ നിങ്ങൾ മൈൽഡ് എന്ന് എഴുതാം. മൈൽഡ് ഓക്സിഡേഷൻ, അത് ഗ്ലൂക്കോണിക് ആസിഡ് ആയിട്ട് മാറും. റിഡക്ഷൻ മൈൽഡ് അല്ല, സ്ട്രോങ് തന്നെയാണ് കേട്ടോ. അപ്പൊ റിഡക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഇത് വേഗം വരക്കണം കേട്ടോ. ചേഞ്ച് ചെയ്തേക്കുന്നുണ്ടോ? CHO പോയിട്ട് എന്തായി? COH ആയി. ബാക്കിയൊക്കെ എന്താ ഒരേപോലെ. അപ്പൊ ആദ്യത്തേൽ എന്ത് വന്നു അല്ലെ, ഓക്സിജൻ പോയിട്ട് ഹൈഡ്രജൻ വന്നപ്പോൾ റിഡക്ഷൻ ആണ്, N-hexane. രണ്ടാമത്തേൽ എന്ത് കിട്ടി? ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടി. ഓക്കെ അല്ലേ? ഗ്ലൂക്കോണിക് ആസിഡ്. നെക്സ്റ്റ് അടുത്തത് ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3, നൈട്രിക് ആസിഡ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3. Glucose react with the HNO3. Next, glucose react with the HNO3. HNO3. ഇവിടെ എഴുതി വെക്കുക സ്ട്രോങ് ഓക്സിഡേഷൻ. ഇവിടെ വരുന്നത് സക്കാറിക് ആസിഡ് ആണ്. അപ്പോൾ നേരത്തെയും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അല്ലെ? ഇവിടെയും COH ആയി അല്ലെ? ഓർത്ത് നോക്കാം. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്? സ്ട്രോങ് ഓക്സിഡേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മറ്റേത് മൈൽഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഓക്സിഡേഷൻ ആണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് എന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്.
ഈ മൂന്നെണ്ണമാണ് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണം ഈ ഓർഡറിൽ എഴുതിയേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ എക്സസൈസിൽ ഒരു ക്വസ്റ്റിന്റെ ആൻസർ അങ്ങനെ തന്നെ ആയിട്ടാണ് ഈ മൂന്നെണ്ണം റിയാക്ഷൻ ആയിട്ട് വരുന്നത്. ഇനിയും ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിൽ പഠിച്ച ഹെഡിങ്സ് തന്നെ വരും. സൈനോഹൈഡ്രിൻ ഓർമ്മയുണ്ടോ? ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഡാഷ് ടു ഫോം സൈനോഹൈഡ്രിൻ. ഇവിടെ ആൽഡിഹൈഡ് ഉണ്ടല്ലോ, ആൽഡിഹൈഡ് ഡാഷ് ആയിട്ട് റിയാക്ട് ചെയ്താൽ സൈനോഹൈഡ്രിൻ കിട്ടുക. ശരിയാ പറഞ്ഞോ? സൈനോഹൈഡ്രിൻ ആർസിയൻ അല്ല, വേറെ സിയനാണ്. കേസിയൻ അല്ല, AgCN അല്ല. ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള ഇതാണ്, ഫസ്റ്റ് എലമെന്റ് ഏതാണ്? HCN കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ സൈനോഹൈഡ്രിൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് HCN കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് അടുത്ത ഹെഡിങ് ആയിട്ട് വരാൻ പോകുന്നത്. സൈനോഹൈഡ്രിൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എഴുതി വെക്കുക. B3 ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലേതാണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് അല്ലെന്നുള്ളതല്ല, പാസ്റ്റ് ഇയറിലും ചോദിച്ചേക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ മൂന്നെണ്ണം തന്നെയാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ അടുത്ത റിയാക്ഷൻ, ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ സയനൈഡ് ടു ഫോം സൈനോഹൈഡ്രിൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ സയനൈഡ് ടു ഫോം സൈനോഹൈഡ്രിൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ സയനൈഡ് ടു ഫോം എന്തായിരിക്കും? ടു ഫോം സൈനോഹൈഡ്രിൻ. ഫോർത്ത് റിയാക്ഷൻ ആണ് വരുന്നത്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ സയനൈഡ് ടു ഫോം സൈനോഹൈഡ്രിൻ. ടു ഫോം സൈനോഹൈഡ്രിൻ. ഇതിലേക്ക് HCN ആണ് റിയാക്ട് ചെയ്യുന്നത്. HCN റിയാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, CH ഡബിൾ ബോണ്ട് O ആണിത് കണ്ടോ ഇവിടെ നിൽക്കുമ്പോൾ സ്ട്രക്ചർ. അപ്പൊ ഇത് വരക്കുമ്പോൾ ശരിക്കും സ്ട്രക്ചർ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒന്ന് നോക്കിയേ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇത് വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. C ഡബിൾ ബോണ്ട് O. ഇതില് ഈ H ഉണ്ടല്ലോ, ഈ H ഓയുടെ അടുത്തേക്ക് വരും. അപ്പൊ ഇവിടെ എന്താവും? OH ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഈ കാർബണിന് ഒരു വാലൻസി വരും. ആ കാർബണിലേക്ക് CN ആഡ് ചെയ്യും. അപ്പോ OHഉം CNഉം ഇങ്ങനെ വന്ന് നിൽക്കും. അവിടെ ഓർത്ത് നോക്കാം. ഈ Hനെ ഞാനിത് ഇവിടെ മിഡിലേക്ക് കൊടുത്തു അയച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് സൈനോഹൈഡ്രിൻ. അവിടെ ഓർത്ത് നോക്കാം. സൈനോഹൈഡ്രിനിൽ CNഉം OHഉം ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലെ? ഒന്ന് ഓർത്ത് നോക്കാം. CNഉം OHഉം ഒരുമിച്ച് വന്നു കേട്ടോ. ഒന്നും കൂടി പറയാം. ഈ HCN അതിൽ H ഓയുടെ അടുത്തേക്ക് വരുമ്പോൾ OH ആയി CN കാർബണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വരും കേട്ടോ. ഓക്കെ, വേഗം എഴുതി വെച്ചു. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് എന്താ? സൈനോഹൈഡ്രിൻ. ഇതെന്തായിരുന്നു? ഹൈഡ്രജൻ സയനൈഡ്. അത് രണ്ടും മെൻഷൻ ചെയ്യാം, വരക്കാം കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ സയനൈഡ് ടു ഫോം എന്ത് വന്നു? സൈനോഹൈഡ്രിൻ. എത്ര ഇക്വേഷൻ ആയി? 4 അല്ലെ? 4 ആയി. Then fifth, next, ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഇത് എഴുതിയിട്ട് മതി കേട്ടോ. ദെൻ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഇമീൻ, ഷിഫ്റ്റ് ബേസ്, ഓക്സിം, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, അതിൽ ആ കാറ്റഗറിയിലേക്ക് പോവാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അടുത്ത ഹെഡിങ് എഴുതി വെച്ചു. അടുത്ത ഇക്വേഷൻ കേട്ടോ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ ടു ഫോം എന്തായിരിക്കുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതെന്തായിരുന്നു ആക്ച്വലി? എന്ത് കിട്ടും? ഓക്സിൻ കേട്ടോ. എഴുതി വെക്കുക. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ ടു ഫോം ഓക്സിൻ. NH2OH ആണ്. NH2OH ഇത് പണ്ട് പഠിപ്പിച്ചപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. H2O പോകും. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഒരു ഓയും ഈ Hഉം H2O അവിടെ നിന്ന് പോകും. പ്ലസ് H2O പോയി. ബാക്കി എന്തുണ്ട്? H2O ഇവിടെ നിന്ന് റിമൂവ് ചെയ്താൽ ഇവിടെ നിന്ന് ഓക്സിജൻ പോയ CH കണ്ടോ. ഓർത്ത് നോക്കുക. അത് കണ്ടോ, CH. ഇവിടുന്ന് ഓക്സിജനും ഈ ഹൈഡ്രജനും H2O അവിടെ നിന്ന് പോകും. ബാക്കി എന്തുണ്ട്? CH. ഈ NOH അത് ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യണം. ഡബിൾ ബോണ്ട് NOH.
ഈ കോമ്പൗണ്ടിന് വിളിക്കുന്ന കോമൺ നെയിം ആണ് ഓക്സിൻ കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്സിൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ NH2OH. അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ, H2 അണ്ടർലൈൻ ചെയ്തേക്കുന്ന പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? H2 പോയി. ബാക്കി എന്തൊക്കെയുണ്ട്? ഇതിൽ മാത്രം നോക്കാം, അവിടെ നോക്കരുത്. ബാക്കി എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? ഇതിൽ നോക്ക്, NOH. അതാണോ എഴുതിയേക്കുന്നത്? കണ്ടോ, ഓർത്ത് നോക്കാം. ഒരു ഡബിൾ ബോണ്ട് എടുത്ത്. ഈ കാറ്റഗറിയിൽ എത്ര എണ്ണം പഠിക്കാനുണ്ട്? ഇമീൻ, ഷിപ്പ് സ്പേസ്, ഓക്സിം, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, DNP, സെമി കാർബസോൺ. ഇതേ പാറ്റേൺ ആണ് എല്ലാത്തിനും കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം എടുത്ത് എഴുതിയോ? നെക്സ്റ്റ് glucose react with acetic anhydride. Glucose react with acetic anhydride. Glucose react with acetic anhydride. Anhydride. Glucose react with acetic anhydride. ഈ അസറ്റിക് അൺഹൈഡ്രേറ്റ് എന്താന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ആസ്പിരിൻ ഒക്കെ പഠിപ്പിച്ച സമയത്ത് അല്ലെ എടുത്ത അതേ മോളിക്യൂൾ തന്നെയാണ്. CH3CO twice O കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് അതിന്റെ ഫിഗർ ഇതിന്റെ കൊടുത്തിട്ടില്ല. അവിടെ അസറ്റിക് അൺഹൈഡ്രേറ്റ് എന്ന് വേർഡിൽ എഴുതി മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അത് എഴുതുകയാണെങ്കിൽ ബെറ്റർ ആണ് ആക്ച്വലി. അസറ്റിക് അൺഹൈഡ്രേറ്റ്. ഈ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഇടുന്ന സമയത്ത് എവിടെയാണ് ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉള്ള സ്ഥലത്ത് ഓക്സിജനും എച്ചും OH ഉള്ള എല്ലാ സ്ഥലത്തും മാറും. അപ്പൊ OH എവിടെയൊക്കെ ഉണ്ടത് കണ്ടോ, ഈ OH. അപ്പൊ ഇവിടെ എങ്ങനെയാ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു COCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ H പോയിട്ട് അവിടെയെല്ലാം അത് ജോയിൻ ചെയ്ത് വരും. H പോയിട്ട് അവിടെയെല്ലാം ജോയിൻ ചെയ്ത് വരും കേട്ടോ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരുന്ന സമയത്ത് CHO then CHO ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഇതിൽ ജോയിൻ ചെയ്യുന്ന ഈ കോമ്പൗണ്ട് ആണ് ആക്ച്വലി വരുന്നത്. ഈ കോമ്പൗണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ എന്ത് വരും? ഇവിടുന്ന് C ഡബിൾ ബോണ്ട് O CH3. ഇത് എത്രണ്ണം വരും? 4 ടൈം. then CH2O C ഡബിൾ ബോണ്ട് O CH3. ഒന്നുകൂടി പറയാം. ഈ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്ന ആളില്ലേ, അതെന്താ? CH3CO. CH3CO എന്ന് പറഞ്ഞാൽ എന്താ? C ഡബിൾ ബോണ്ടോ. അത് എല്ലാം ഈ H മാറിയിട്ട് അവിടെ അത് വരും കേട്ടോ, ഓർത്ത് നോക്കുക. H അങ്ങ് മാറ്റുക, അത് വരും. അപ്പൊ ഈ H മാറ്റിയിട്ട് എന്തിട്ട് കൊടുക്കും? C ഡബിൾ ബോണ്ടോ CH3. എത്ര ഉണ്ടത്? 4 ടൈം. ഇത് ഒരെണ്ണമാണോ? അല്ല, കുറെ ഉണ്ട് അല്ലേ. എക്സസ് ആയിട്ട് ഇടുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അപ്പൊ എല്ലായിടത്തും ആരാ പോകുന്നതെന്ന് നോക്കിയേ. ആരാ മാറ്റുന്നേ? H കേട്ടോ, ഓർത്ത് നോക്കുക. H റിമൂവ് ചെയ്യും. എന്നിട്ട് എന്ത് വരും അവിടെ? C ഡബിൾ ബോണ്ടോ CH3. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് CH3COH ഉണ്ടാകുന്നുണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. നമ്മൾ ക്ലീവേജ് ഒക്കെ ആസ്പിരിൻ കാണിച്ച സമയത്ത് കാണിച്ചിട്ടുണ്ട്. ആ H എങ്ങനെയാ പോണേന്ന്. ആസ്പിരിൻ കാണിച്ചപ്പോൾ എന്താന്ന് ഓർമ്മയുണ്ടോ? സാലിസിലിക് ആസിഡ് റിയാക്ട് വിത്ത് അസറ്റൈൽ അൺഹൈഡ്രേറ്റ്. അവിടെയും H പോയിട്ട് CH3COH ആകും കേട്ടോ. അവിടെ നമ്മൾ ആ ക്ലീവേജ് ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ചെയ്തു കേട്ടോ. ഓക്കെ, വേഗം എടുത്ത്. ഇതിന് വേറെ പേരൊന്നുമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ കേട്ടോ വേറെ പേരൊന്നുമില്ല കേട്ടോ. ഗ്രൂപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കോമ്പൗണ്ടിനെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം. ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി കേട്ടോ. ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഓപ്പൺ സ്ട്രക്ചർ നമ്മൾ തുടക്കത്തിൽ വരച്ചില്ലേ, ആ സ്ട്രക്ചർ ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഓപ്പൺ സ്ട്രക്ചറിൽ എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? 1 2 3 4 5 6. അപ്പോൾ ദേ ഇവിടെ 1 2 3 4 5 6 C6H12 അല്ലേ? C6H12O6 ആണ്. അപ്പോൾ 6 കാർബൺ ആറ്റം. ഇനി എന്ത് ചെയ്യണം? ഏറ്റവും ടോപ്പിൽ CH ഓർത്ത് നോക്കാം. ബാക്കി സെക്കൻഡ് പൊസിഷനിൽ OH, തേർഡിൽ മാത്രം OH ഇല്ല. കണ്ടോ? വരക്കുന്ന രീതി ഒന്ന് മെത്തേഡൊക്കെ ഓർത്ത് വെക്കാൻ നോക്കുക. എന്തെങ്കിലും ഒരു മെത്തേഡ് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. പിന്നെ OHന് ഓപ്പോസിറ്റ് എല്ലാ സ്ഥലത്തും ഞാൻ H കൊടുക്കുന്നു. കണ്ടോ? ഓർത്ത് നോക്കുക. OHന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും H. ഇവിടെ എല്ലാം H. ഇനി തേർഡിൽ ഞാൻ വരച്ചില്ല. തേർഡിൽ മാത്രം എല്ലാ പൊസിഷനിലും ഡിഫറൻസ് ഉണ്ടാവും. H OH. ഇതാണ് ഇതിന്റെ റിയൽ ഓപ്പൺ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് വരക്കേണ്ടത്. വേഗം വരച്ചു. ഇവിടെ ഒരു എച്ചും കൂടി ഉണ്ടല്ലേ? ഓർത്ത് നോക്കുക. കാർബണിന്റെ ബാലൻസ് 4 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു H വരും കേട്ടോ. CH2OH. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ സ്ട്രക്ചറിലാണ് നമ്മൾ ഇപ്പൊ റിയാക്ഷൻ എഴുതി, എക്സ്പ്ലനേഷൻ എഴുതി. അപ്പൊ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇത് ഓപ്പൺ സ്ട്രക്ചറിലാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് നാൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഓപ്പൺ സ്ട്രക്ചറിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന സ്ട്രക്ചർ ഉണ്ട് ഇയാൾക്ക്. അത് സൈക്ലിക് ആണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലും അത് നിൽക്കും. അപ്പോൾ ഓപ്പൺ സ്ട്രക്ചറിനേക്കാളും കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ചെയ്തിനാ സൈക്ലിക് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ആണ് എന്ന് പിന്നീട് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തുന്നതിന് 3 റീസൺ ഉണ്ട്. അതാണ് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യനുമാണത്. 3 റീസൺസ്. ആ റീസൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ക്ലോസ്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കും. സൈക്ലിക് സ്ട്രക്ചർ പൈറാൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഗ്ലൂക്കോസിന്റെ ഇനിയുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസ്. അല്ലേ? നിങ്ങളെ ഫുൾ നെയിം ഒക്കെ പറയാൻ വരുമ്പോൾ അല്ലേ, വലിയൊരു റെൻഡർ ചെയ്തൊക്കെ പറയുമ്പോൾ വീടിന്റെ പേരൊക്കെ പറഞ്ഞിട്ടല്ലേ, അങ്ങനെയാണ് ഇപ്പൊ വിളിക്കുന്നത് അല്ലേ? അല്ല. അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഇത്രയും നാൾ പുനരാരംഭിച്ച് വിളിച്ചു. ഇനി എന്ത് വിളിക്കണം? ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസ്. വേറൊരു ആളുണ്ട് അതിന്റെ കാറ്റഗറിയിൽ. എന്ത് വിളിക്കണം അതിനാ? ബീറ്റ ഡി ഗ്ലൂക്കോപൈറാനോസ്. അതിന്റെ ഉള്ളിൽ പ്ലസ് ആണെങ്കിൽ പ്ലസ് ടെക്സ്ട്രോ, മൈനസ് ആണെങ്കിൽ ലീവോ, അങ്ങനെയും മെൻഷൻ ചെയ്ത് വെക്കും. ഇനി അതിന്റെ കോൺഫിഗറേഷൻ ഉണ്ട്, ഒരു ക്യാപിറ്റൽ ഡി എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്തുന്ന ഹെഡിങ് ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്ന സൈക്ലിക് സ്ട്രക്ചർ. അപ്പോൾ ഈ സൈക്ലിക് സ്ട്രക്ചറിന്റെ റീസൺ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. 3 പോയിന്റ്സ് ആണ്. അടുത്ത ഹെഡിങ് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. നെക്സ്റ്റ് ഹെഡിങ് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഓപ്പൺ സ്ട്രക്ചർ കഴിഞ്ഞു. അത് കഴിഞ്ഞ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. അതിനിടയിൽ ഒരു കുഞ്ഞു ടോപ്പിക്ക് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ ലാസ്റ്റ് ഡി എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിന്റെ മീനിങ് എന്താണെന്ന് എഴുതാന്നാണ്. അത് ലാസ്റ്റ് എഴുതി വെക്കാം കേട്ടോ. ഓർത്ത് വെക്കാം. ഇപ്പൊ നമ്മൾ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഡിസ്പൈറ്റ് ഹാവിംഗ് ദ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഡിസ്പൈറ്റ് ഹാവിംഗ് ദ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, നമുക്കറിയാം അതിൽ CH ഉണ്ടെന്ന്. ഡിസ്പൈറ്റ് ഹാവിംഗ് ദ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഗ്ലൂക്കോസ് ഡസ് നോട്ട് ഗീവ് glucose does not give glucose does not give 2,4 DNP test. 2,4 DNP test. Despite having the aldehyde group, glucose does not give 2,4 DNP test, Schiff test. Schiff's test. Schiff's reagent ഓർമ്മയില്ലേ? SCHIFFS. Schiff's test. Then next അടുത്ത ലൈൻ എഴുതി വെക്കുക. സെക്കൻഡ് പോയിന്റ്
The pentacetate of glucose, the pentacetate of glucose, ഗ്ലൂക്കോസിന്റെ പേരാണ് അത്രേ ഉള്ളൂ കേട്ടോ. The pentacetate of glucose does not react with hydroxylamine, does not react with the hydroxylamine, indicating the absence of free CHO group, indicating hydroxylamine, indicating the absence of free CHO group, absence of free CHO group. The pentacetate of glucose does not react with hydroxylamine, indicating the absence of free CHO group. ആ free CHO അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫ്രീ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. free CHO. Third point. Glucose is found to exist in two different crystalline forms which are named as alpha and beta, which are named as alpha and beta, which are named as alpha and beta. Alpha and beta. Bracket melting point alpha 419, comma beta melting point 423. അപ്പോൾ ആൽഫയുടെ മെൽറ്റിംഗ് പോയിന്റ് 419 കേട്ടോ. 419 423. 419 423. 419 423. ആൽഫ ഇതിന് ബീറ്റ കേട്ടോ. ഓർത്ത് നോക്കാം. കെൽവിൻ. അപ്പോൾ അത്രയും കെൽവിനാണ്. ഇതാണ് ഈ 3 പോയിന്റ്. ഒന്ന് ശ്രദ്ധിച്ചേ. DNP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടോ? DNP ആൽഡിഹൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമെന്നാ പറഞ്ഞേ, പക്ഷെ ഇത് റിയാക്ട് ചെയ്യൂല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയതിൽ 4ാമത്തെ ഇക്വേഷൻ ഏതാണ് എന്ന് വായിച്ചേ. നേരത്തെ എഴുതിയ ഇക്വേഷനിലെ 4ാമത്തെ 4th ഇക്വേഷൻ എന്തായിരുന്നു? HCN അല്ലെ? HCN ആയിട്ട് റിയാക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ ഒന്ന് വായിച്ചേ. ഹൈഡ്രോക്സിലമീൻ ടു ഫോം എന്ത് കിട്ടും? ഇവിടുത്തെ 2ാമത്തെ പോയിന്റ് വായിച്ചേ. അല്ലേ? എന്താ അത് രണ്ടും വായിച്ചിട്ട് തോന്നി? ഒരു സ്ഥലത്ത് റിയാക്ഷൻ എഴുതി, ഇപ്പൊ പറയാണ് അത് റിയാക്ഷൻ നടക്കൂലെന്ന്. അപ്പൊ ഏതാ ശരി? ഒരു പേജിൽ പറയാണ് ഗ്ലൂക്കോസ് റിയാക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ട് എഴുതി. അടുത്ത പേജിൽ പറയാണ് ഗ്ലൂക്കോസ് റിയാക്ട് ചെയ്യൂല. അതിന്റെ മീനിങ് എന്താ? ആബ്സെൻസ് ഓഫ് ഫ്രീ CHO എന്നാണ്. ആ വേർഡില് ഫ്രീ എന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യിപ്പിച്ചതിന്റെ റീസൺ അതാണ്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അത് ഓപ്പൺ സ്ട്രക്ചർ ആയിരിക്കും, ചില സമയത്ത് എന്തായിരിക്കും? ക്ലോസ് സ്ട്രക്ചർ ആയിരിക്കും. ചില സമയത്ത് ഓപ്പൺ സ്ട്രക്ചർ ആയിരിക്കും, ചില സമയത്ത് എന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നിങ്ങൾ എല്ലായ്പ്പോഴും അല്ലെ ഇപ്പൊ ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ ഇതിങ്ങനെയായിരിക്കും നിൽക്കുന്നത് അല്ലെ, പേട്ടാണ്. ഇനി കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കണ്ണു പിടിച്ചിട്ടാണ് കിടക്കാറ്? പടി പോലെയാണോ ആക്ച്വലി അല്ലെ? ചുരുണ്ടൊക്കെ കൂടി കിടന്നു ഉറങ്ങും അല്ലെ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിടന്ന് അല്ലെ കൂടുതൽ സമയം നോക്കിക്കഴിഞ്ഞാൽ അല്ലെ കിടന്നുറങ്ങണത് അല്ലേ? ചില ആൾക്കാരല്ലേ 10 മണിക്കൂറൊക്കെ കിടന്നുറങ്ങും അല്ലെ? 10 മണിക്കൂർ എഴുന്നേറ്റ് ഇതുപോലെ നിൽക്കില്ലല്ലോ എന്ന് കരുതി നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾ അല്ലെ അച്ഛൻ എന്ന് പറഞ്ഞ റെപ്രസെന്റേറ്റീവ് കിടന്നുറങ്ങുന്ന ഫോട്ടോ എടുത്താൽ മതിയോ? കൂടുതൽ സമയം അയാൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആണോ? അല്ലല്ലോ അല്ലേ? ഓർത്ത് നോക്കാം. അപ്പോ നമ്മൾ കംഫർട്ടായിട്ടൊക്കെ അങ്ങനെ കിടക്കും അല്ലെ? ഓർത്ത് നോക്കാം. അങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി താൻ ഒരു 4 മണി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പഠിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ താൻ സമ്മതിക്കൂ അല്ലെ? ഞാൻ പറയും ഫ്രീ അല്ല, എനിക്ക് ഉറങ്ങേണ്ട ടൈമാണെന്ന് പറയും അല്ലെ? ഓർത്ത് നോക്കാം. അതുപോലെ എന്ത് പറ്റാന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് മോളിക്യൂള് നോർമൽ എന്താണ് ഇതുപോലെ അല്ല, എന്താണ് സൈക്ലിക് ഫോമിലേക്ക് ചില സമയത്ത് വരും. ആ സമയത്ത് CHO എന്തുണ്ടാവും? ഫ്രീ ആയിട്ട് വരില്ല. ആ സമയത്ത് റിയാക്ഷൻ നടക്കില്ല. ആ സമയത്ത് റിയാക്ഷൻ
നടക്കില്ല കേട്ടോ, ഓർത്ത് നോക്കാം. എന്ന് കരുതി ആ CHO ഇല്ലെന്നുള്ളതല്ല, ഫ്രീ CHO ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഫ്രീ CHO ഇല്ല എന്ന് പറയുന്ന ഒരു രീതിയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതിന് സാധാരണ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഒരു കാര്യം പറയാറുണ്ട്, എന്നെ കളിക്കാനൊക്കെ ആയിട്ട് വിളിക്കും, നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കഥയാണ് അല്ലേ, ഓർത്ത് നോക്കാം. ചെറുപ്പത്തിലെ ഞങ്ങൾ ഈ ചെറിയ ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ട് ടീം തയ്ക്കാനായിട്ട് പിള്ളേർ വേണം ആക്ച്വലി. അപ്പോൾ ഇപ്പൊ ഒന്നുമില്ല, പണ്ടൊക്കെ അങ്ങനെ വീടുകളിലൊക്കെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവൻ്റെ അടുത്ത് വിളിക്കും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞേപ്പിച്ചിട്ടുണ്ടാവും ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ, നീ വന്ന് വിളിച്ച അമ്മ എന്നെ വിടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവൻ വീട്ടിൽ വന്ന് ചോദിക്കും അങ്ങനെ വിടട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ എക്സാം ഒക്കെ ആണെങ്കിൽ എന്ത് പറയും അല്ലേ, വിടൂല, എക്സാം ആണ് അവന് എന്ന് പറയും. എന്താ നമ്മൾ ദയനീയമായി ഇങ്ങനെ നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പൊ ഇന്ന് ഞാൻ പോയില്ല എന്ന് കരുതാം, ഇന്ന് ഞാൻ കളിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇല്ല എന്നാണോ? ഞാനന്ന് ഫ്രീ അല്ല, അത്രേ ഉള്ളൂ. ഞാനന്ന് ഫ്രീ അല്ല. ഫ്രീ അല്ലെങ്കിൽ അന്ന് ഉണ്ടാവില്ല അല്ലേ. ദാറ്റ് മീൻസ് അന്ന് റിയാക്ഷനിൽ അല്ലെങ്കിൽ അന്ന് കളിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ അന്നില്ല, അതാണ് അതിന്റെ മീനിങ്. എന്ന് കരുതി പിറ്റേ ദിവസം അല്ലേ എനിക്ക് വരാം. അതുപോലെയാണ് ഈ CHO ഫ്രീ ആണെങ്കിൽ മാത്രമേ എന്തായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ, ഹൈഡ്രോക്സിൻ. അപ്പൊ നമ്മൾ സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നു, മനസ്സിലായി? അതിന് ചൂടാക്കി ഹൈഡ്രോസിസ് അങ്ങനെയുള്ള ടെമ്പറേച്ചർ ഒക്കെ വെച്ച് വെക്കുമ്പോൾ ആ റിയാക്ഷൻ നടക്കും, മനസ്സിലായി? ഓർത്ത് നോക്കാം. ചൂടാക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഞാൻ പഠിച്ചിട്ടുണ്ട് അമ്മേ അല്ലേ, എല്ലാം ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്ത് ആ ക്വസ്റ്റൻസ് ഒക്കെ പറഞ്ഞ് ഞാൻ എന്നെ വിടും അല്ലേ. ആ സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെയാണ് ഗ്ലൂക്കോസ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വേർഡ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പിന്നീട് കോൺഫ്ലിക്റ്റ് വരും. അപ്പൊ ഈ 3 സ്ഥലവും നടക്കില്ല എന്നല്ല എല്ലാർത്ഥം, ഫ്രീ CHO ഉണ്ടാവില്ല. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അത് കണ്ടെത്തിയോടെയാണ് അവർ കൺഫേം ആക്കിയത്. എന്താണ്? ആൽഫ ആൻഡ് ബീറ്റ ഫോം ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിട്ടുണ്ട്, ഇതിന് സൈക്ലിക് സ്ട്രക്ചർ ആയിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്തു. ആ കൺഫർമേഷനോടുകൂടി ഈ സൈക്ലിക് സ്ട്രക്ചർ എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇതിന്റെ സൈക്ലിക് സ്ട്രക്ചറിന്റെ പേര് പറഞ്ഞിട്ടാണ് അത് വരക്കാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത അത് നമുക്ക് ഇതിന്റെ സൈക്ലിക് സ്ട്രക്ചർ ആണ് ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ് എന്ന് പറയുന്ന സൈക്ലിക് സ്ട്രക്ചർ ആണ് ആക്ച്വലി വരക്കാൻ പോകുന്നത് കേട്ടോ. ഒരു മിനിറ്റ്, ഞാനൊരു പേന എടുത്തിട്ട് ഒരു കളർ കൊടുത്തുവിടാം. ഇപ്പോൾ സൈക്ലിക് സ്ട്രക്ചർ രണ്ടെണ്ണമാണ് ഗ്ലൂക്കോസിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. ആൽഫ ഡി ഒരു പ്ലസ് ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഒരു പൈറാൻ എന്ന് പറയുന്ന മോളിക്യൂളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് വരുന്നത്. ഇതിന് വരക്കുന്ന മെത്തേഡ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇത് എന്താ പറയാ, മെത്തേഡ് കൊണ്ടുവരിക. നമുക്കറിയാലോ ബെൻസീനൊക്കെ കണ്ടോ, ആ ബെൻസീനൊക്കെ വരക്കുന്നത് പോലെ ബെൻസീൻ ഇങ്ങനെ നേരെ വരക്കുന്നതിന് പകരം ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന പോലെ ഇങ്ങനെ വരച്ചു കണ്ടോ, നോക്കാം. ഇനി ഈ ഒരു ജംഗ്ഷനിൽ നമ്മൾ ഇവിടെ മാറ്റിയിട്ട് ഇവിടെ ഓക്സിജൻ കൊടുക്കണം. ഓക്സിജൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് HOH ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് എല്ലായിടത്തും കേട്ടോ ഈ വരക്കുന്ന ആദ്യം എന്ത് വരക്കണം, ഇങ്ങനെ വരക്കണം കേട്ടോ. അതിന്റെ മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ കൊടുക്കുക. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യാം. പൊസിഷൻ എന്തായിരുന്നു, എത്ര കാർബൺ ഉണ്ട്? 6 നോക്കുന്ന ഇവിടെ ഒരു കാർബൺ ഉണ്ട് 1, ഇവിടെ എന്തായിരിക്കും 2, ഇവിടെ എന്താണ് 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6. നിങ്ങൾ വരച്ചേക്കുന്ന ഗ്ലൂക്കോസിൽ 6th കാർബൺ ആറ്റത്തിൽ എന്തായിരുന്നു പഠിപ്പിച്ചത്? അവിടെ തൊട്ടാ തുടങ്ങുന്നത്, ലാസ്റ്റ് ബാക്കിൽ വിളിക്കാം. 6th എന്താ എല്ലായിടത്തും എഴുതി വെച്ചേക്കുന്നത്? 5 എന്റെ മോളിൽ 6. അങ്ങനെയാണ് മോളിക്കൂൾ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്റെ കണ്ണ് ഇങ്ങനെയാണോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അയാള് അങ്ങനെയാണ് ഇരിക്കണേ.
താൻ ചോദിക്കുകയാണ് ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കണം, അതുപോലെ അത് ഇരിക്കുന്നത് അങ്ങനെയാണ്, സ്ട്രക്ചറാണ് കേട്ടോ. അതിനങ്ങനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓർത്ത് വയ്ക്കാനായിട്ട് എന്തെങ്കിലും ട്രിപ്പ് കൊണ്ടുവരാം കേട്ടോ. ഓർത്ത് മാറ്റാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഓർത്ത് വെക്കാം, എനിക്ക് ഇഷ്ടമായില്ല, അത് 6 അവിടെ കണ്ട അങ്ങനെ പറ്റൂല കേട്ടോ. ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് ഇതാണ് അതിന്റെ സ്ട്രക്ചർ. അതിൽ 6th എന്തായിരുന്നു അതാണ് ഓർത്ത് വെക്കേണ്ടത്. 6th എന്തായിരുന്നു? CH2OH. ഓക്കെ, ഇവിടെ CH2OH. CH2OH അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് 5ാമത്തെ കാർബൺ ആറ്റം ഇല്ലേ, ഇത് ആദ്യത്തെ കാർബൺ ആറ്റം. ഇവര് തമ്മിൽ ഓയിട്ട് ജോയിൻ ചെയ്യുന്നതാണ് ഈ സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ഏതൊക്കെ തമ്മിലാണ് വരുന്നത്? 5th-ഉം 1st കേട്ടോ. 5th-ഉം 1st-ഉം ജോയിൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോമൺ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഈ സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് 6 എങ്ങനെ ഇരിക്കരുതല്ലേ അല്ലെ, അതിങ്ങനെ ചുരുണ്ട് കൂടി വരുവാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ എന്നിട്ടാണ് സൈക്ലിക് ആവുന്നത്. നിങ്ങൾക്ക് എങ്ങനെ സൈക്ലിക് ആവാൻ പറ്റും? നിങ്ങൾ കാലത്ത് കൈ കെട്ടിപ്പിടിക്കുക അല്ലെ, അങ്ങനെയാണെങ്കിൽ ഒരു റൗണ്ട് പോലെ ഇരിക്കും. ഓക്കെ, പുറത്ത് വെക്കാം, യോഗയൊക്കെ പഠിക്കുകയും പുറത്ത് വെക്കാം. അപ്പോ ഇത് കണ്ടോ എങ്ങനെ സൈക്ലിക്കിലേക്ക് വന്നു. ദെൻ ഇവിടെ നോക്കിയേ, 6th-ല് CH2OH. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ഈ 3rd പൊസിഷനിൽ OH ഇടണം. നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ നോക്കുന്ന അതാണ്, ഈ റെഡ് OH. ഞാൻ അത് മാത്രം എടുത്തിടും. ഇനി OH-ന്റെ ഓപ്പോസിറ്റ് എല്ലാം എന്തുണ്ടാകും? H. അത്രേ ഉള്ളൂ, H. ഇനി ഉള്ളതല്ല അത് കണ്ടോ H. ഈ OH മാത്രം മുകളിലേക്ക് നിൽക്കും. 3D ആലോചിച്ചത്, 3D കാണുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതിങ്ങനെയല്ലേ ഇരിക്കണേ? OH മുകളിലേക്ക്, ബാക്കി എല്ലാ H എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും കണ്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ OH മാത്രം മുകളിൽ വിടാം, ബാക്കി ഇവിടേക്ക് എന്തായിരിക്കും? OH കണ്ടോ. ഇവിടെ എന്തായിരിക്കും? ഇനി ഇതാകുമ്പോ എന്തായിരിക്കും അവിടെ? അല്ലെ, ഓർത്ത് വെക്കാം. HOH കണ്ടോ. ഓർത്ത് വെക്കാം, HOH. ഇവിടെ എന്ത് തന്നെയായിരിക്കും? HOH. ഇവിടെ ഇതാണ് ഗ്ലൂക്കോ പൈറാനോസ് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഈ OH റെഡാക്കി വരച്ചേക്കുന്നത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് സ്ട്രക്ചർ. അപ്പൊ സ്ട്രക്ചറിന് ലോജിക് ഒക്കെ കൊണ്ടുവന്നില്ലേ? എന്താ ചെയ്തേ ആദ്യം കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലാതെ ഇത് വെറുതെ ഇങ്ങനെ വരച്ചിട്ട് CH2OH അങ്ങനെ നോക്കി പടം വരക്കണ പോലെ അല്ല. ആദ്യം നമ്മൾ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു. ഈ OH 3rd പൊസിഷനിൽ മാത്രം ഡിഫറെന്റ് ആക്കി വരും. ഇത് പഠിച്ചാൽ ബാക്കി എല്ലാം പഠിക്കാൻ പറ്റും കേട്ടോ. അത് മാത്രം ഇങ്ങനെ മുകളിലേക്ക് ഉള്ളൂ, ബാക്കിയൊക്കെ എന്താ എല്ലാ OH-ഉം താഴെയാണ് കേട്ടോ. ഓർത്തോ, അങ്ങനെ ഓർത്ത് വെച്ചാൽ വേഗം ഈസി ആയിട്ട് കിട്ടും, വേഗം വരാം കേട്ടോ. ഇവിടെ C ഉണ്ട്, CH. അതിന്റെ O ആണ് കോമൺ ആയിട്ട് കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റും ആരായിട്ട് ജോയിൻ ചെയ്യുന്നത്? 5th. ഫ്രക്ടോസിൽ 2nd ആണ് ജോയിൻ ചെയ്യുന്നത്. 2nd 4th ആയിരിക്കും. അപ്പൊ ഒരു പെൻഡോസ് ഷുഗർ, പെൻഡോസിന്റെ പോലെ വരാം, പെൻഡഗൺ ഷേപ്പ് വരും. മെത്തേഡ് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. വരച്ചോ. ഇനി ഇത് ആൽഫ ഡി പ്ലസ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഡി എന്താണ്? ഫോം ആണ്. അത് അതിനെ കുറിച്ച് നമുക്ക് എഴുതും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരുന്ന ഈ ആൽഫ മാറ്റി ഇവിടെ ബീറ്റ ആക്കാൻ പോവാണ് നമ്മൾ. അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ, ബീറ്റ ഡി ഗ്ലൂക്കോപൈറാനോസ്. അപ്പൊ ആൽഫ മാറ്റി നമ്മൾ ബീറ്റ ആക്കാൻ പോവാം. ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോപൈറാനോസ്. ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോപൈറാനോസ്. അത് വരുമ്പോ ആകെ ഒരു ചേഞ്ചേ ഉള്ളൂ. ഈ OH ഉണ്ടല്ലോ, ഈ OH മാറിയിട്ട് ഈ Hഉം അങ്ങോട്ട് ഇങ്ങോട്ടും നേരെ ഓപ്പോസിറ്റ് ആക്കി വരും. ഉണ്ടോ? സ്പേഷ്യൽ അറേഞ്ച്മെന്റിലാണ് വ്യത്യാസം വരുന്നത്.
മനസ്സിലായി? ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നിന്നത് എന്തായി കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇത്ര, അത് വന്നാൽ ഇത് ബീറ്റയാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്ലൂക്കോസ് ആൽഫ ഗ്ലൂക്കോസ് ആണ് നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ്. ബീറ്റയുടെ ലിങ്ക് വന്നാൽ അത് വരുന്നത് എന്താണ്? സെല്ലുലോസിലാണ്. സെല്ലുലോസ് പറഞ്ഞല്ലേ വുഡ് അല്ലെ? വുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ചെറുക്ക് ഡൗട്ട്, ഇനി വുഡ് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എന്താ പറയണതില് ബീറ്റ ഡി ഗ്ലൂക്കോപൈറാനോസ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ ഒരു ലിങ്ക് വ്യത്യാസം വരുള്ളൂ അല്ലെ, ഒരു കുഞ്ഞു ചേഞ്ച് ഉള്ളൂ. അതാണ് കെമിസ്ട്രി. അത്ര ചെറിയ ചേഞ്ച് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആ കോമ്പൗണ്ട് വ്യത്യാസം വരികയാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഈ കാർബൺ ആറ്റത്തിന് അനോമർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതാണ് അടുത്ത പോയിന്റ് എഴുതാൻ പോണേ. ഇത് വരക്കണം കേട്ടോ, വേഗം. അപ്പൊ ആൽഫ പഠിച്ച ബീറ്റ പഠിക്കാൻ എളുപ്പമാണ്, ആ ഒരു ഒറ്റ ചേഞ്ചേ ഉള്ളൂ. അതെ, ഫസ്റ്റും തേർഡും അല്ല കേട്ടോ, ഇത് ഫസ്റ്റും തേർഡിലും ഓച്ച് മോഡിൽ, അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. വരച്ചോ. ഇത് അല്ലേ ഓപ്പൺ സ്ട്രക്ചർ ഭയങ്കര വ്യത്യാസമല്ലേ അല്ലേ? 3D സ്പേഷ്യൽ അല്ല, ഓപ്പൺ സ്ട്രക്ചർ ഗ്ലൂക്കോസിന്റെ ആൽഫ ഇല്ല, ഇതിൽ ബീറ്റ ഇല്ല. ആൽഫയും ബീറ്റ എവിടെ കണ്ടെത്തി? സൈക്ലിക്കിലാണ്. അപ്പോൾ ഓപ്പൺ സ്ട്രക്ചറിനേക്കാളും ബെറ്റർ ഏതായിരിക്കണം? കുറച്ചും കൂടി ആക്സൈഡ്. മറ്റേതിൽ ഗ്ലൂക്കോസിനെ പറയുള്ളൂ. എന്തില്ല? ആൽഫയോ ബീറ്റയോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് എത്തിക്കുമ്പോഴാണ് ആൽഫയോ ബീറ്റയോ കണ്ടെത്തി വളരെ ഡീറ്റെയിൽ ആൻഡ് ആക്യുറേറ്റ് സ്റ്റഡി ആയി. കണ്ടോ, നോക്കാം. അതിലേക്ക് വന്നു. ഇത് രണ്ടും വരച്ചു. ഇനി ഈ കാർബൺ ആറ്റം കണ്ടോ, ഈ കാർബൺ ആറ്റം ഇത് C1 ആണ്. ഇവിടെയാണ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? ആൽഫയും കിട്ടണേ, ബീറ്റയും കിട്ടണേ. ഈ കാർബൺ ആറ്റത്തിന് വിളിക്കുന്ന പേര് അനോമർ എന്നാണ് കേട്ടോ. അപ്പൊ അടുത്ത സബ് പോയിന്റ് ആണ്, സബ് പോയിന്റ് അനോമർ. ഇതിന്റെ അണ്ടറിൽ വരുന്ന സബ് പോയിന്റ് ആണ് അനോമർ. ANOMERS അനോമേഴ്സ്. ANOMERS അനോമേഴ്സ്. അവിടെ എഴുതുക. ആൽഫ ആൻഡ് ബീറ്റ ഫോം ടുഗദർ ഈസ് നോൺ ആസ് അനോമേഴ്സ്. ആൽഫ ആൻഡ് ബീറ്റ ഫോം together is known as anomers. Anomers. Then anomeric carbon atom in glucose -C1. Anomeric carbon atom of glucose. ഗ്ലൂക്കോസിൽ അല്ലെ ആൽഫയും ബീറ്റയും മാറുന്ന എവിടെയാണ്? C1 കേട്ടോ. അനോമറിക് കാർബൺ ആറ്റം ഓഫ് ഗ്ലൂക്കോസ് -C1. ഫസ്റ്റ് കാർബൺ ആറ്റം അല്ലെങ്കിൽ ഫസ്റ്റ് കാർബൺ ആറ്റം എന്ന് എഴുതാം കേട്ടോ, ഓർത്തോക്കാം. C1 ഓർ ഫസ്റ്റ് കാർബൺ ആറ്റം. ഇനി നമുക്ക് ഈ ഡിയും പ്ലസും, ക്യാപിറ്റൽ ഡി ഉണ്ട്, പ്ലസ് ഉണ്ട്, അവർ തമ്മിലുള്ള ഡിഫറൻസും കൂടി നോട്ടായിട്ട് ഇവിടെ എഴുതി വെക്കണം കേട്ടോ. ഇതിന്റെ താഴെ നോട്ട്. ആ ഡി എന്താണ്, പ്ലസ് എന്താണ് എന്നുള്ളത്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി, മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി. ഡി എന്ന് പറഞ്ഞാൽ അത് കോൺഫിഗറേഷൻ ആണ്, റിലേറ്റീവ് കോൺഫിഗറേഷൻ ആണ്. എല്ലും അതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അത് നോട്ട് ചെയ്യുന്നതാണ്. നോട്ട് എന്ന് പറഞ്ഞത് ഒന്ന് എഴുതി വെച്ചു. ദ ലെറ്റർ ഡി ഓർ എൽ, ക്യാപിറ്റൽ ആണ് കേട്ടോ. ദ ലെറ്റർ ഡി, ഡി ക്യാപിറ്റൽ ഡി എഴുതണം, ഓർ എൽ ക്യാപിറ്റൽ എൽ. ദ ലെറ്റർ ക്യാപിറ്റൽ ഡി ഓർ ക്യാപിറ്റൽ എൽ കേട്ടോ. ദ ലെറ്റർ ഡി ഓർ എൽ ബിഫോർ ദ നെയിം ഓഫ് any compound, indicate the
indicate the relative configuration of a particular isomer. Relative configuration of particular isomers. Particular isomers. Push stop. D and L have no relationship with it. D and L have no relationship with optical activity of the compound. D and L have no relation with the optical activity of the compound. Optical activity of the compound. അപ്പോൾ ഡിയും എല്ലും എന്ന് പറഞ്ഞാൽ അത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ല. ഡി കാണുമ്പോൾ നമുക്ക് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയാൻ തോന്നും. അത് സ്മോൾ ഡി എന്നാണ് ആണ് റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ നമ്മള് ഡെക്സ്ട്രോയിഡ് ബന്ധമില്ല. ഡിയും എല്ലും എന്താണ് റിലേറ്റീവ് കോൺഫിഗറേഷൻ ആണ്. അത് OH ഒക്കെ ഇല്ലേ അതിന്റെ പൊസിഷന്റെ ജോയിൻ ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെന്റ് ഇല്ലേ ആ അറേഞ്ച്മെന്റ് വെച്ചിട്ടാണ് ഡിയും എല്ലും കൊണ്ടുവരുന്നത്. ഇനി അടുത്ത ലൈനില് നെക്സ്റ്റ് എഴുതി വെക്കാം. പ്ലസ് റെപ്രസെന്റ് പ്ലസ് ഓർത്ത് നോക്കുക. ഈ പ്ലസ് റെപ്രസെന്റ് എന്തായിരിക്കും? ഡെക്സ്ട്രോ റൊട്ടേറ്ററി. പ്ലസ് റെപ്രസെന്റ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. Then next minus represent plus represent dextro rotatory. Then minus in negative side. Negative represent എന്തായിരിക്കും? levo rotatory. കേട്ടോ ഓർക്കുക. levo rotatory. LEAVO. levo rotatory. അപ്പോൾ ഇത്ര എത്തുമ്പോൾ ഗ്ലൂക്കോസ് തീർന്നു. ഇനി എത്ര ഹെഡിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞേ? തുടങ്ങിയിട്ടുള്ളൂ. ഗ്ലൂക്കോസ്. അത് കഴിഞ്ഞ അടുത്ത ഹെഡിങ് എന്തായിരിക്കും? ഫ്രക്ടോസ്, സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് അല്ലെ അങ്ങനെ പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ ഈ ഗ്ലൂക്കോസ് പറയുന്നത് മാത്രമാണ് ഇത്ര വലുത്. അടുത്തൊക്കെ ഓരോ പാരഗ്രാഫ് കൊടുത്തിരുന്നു നോക്കാം. ഞങ്ങൾക്ക് ഈ മലയാറ്റൂരും മലയൊക്കെ കയറുന്ന സമയത്ത് ആ 1ാം സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് എത്തണ വരെ ഭയങ്കര കഷ്ടപ്പാടാണ് അവിടെ വരെ എത്താനായിട്ട്. പോയ ആൾക്കാർക്ക് കയറി അത് ഇത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് ഇത്തിരി വലിയൊരു പരിപാടിയാണ്. ഗ്ലൂക്കോസ് എന്തൊക്കെ പഠിച്ചു നോക്കിയേ. ഗ്ലൂക്കോസിന്റെ എത്ര റിയാക്ഷൻ തുടങ്ങിയത്? ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ് ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI അങ്ങനെ പഠിക്കണം കേട്ടോ. ഇനി എഴുതിപ്പോട്ടെ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI, ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് അടുത്തെന്തായിരുന്നു? ബ്രോമിൻ വാട്ടർ, ഗ്ലൂക്കോണിക് ആസിഡ്, ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3, സഗാറിക് ആസിഡ്. അങ്ങനെ പറഞ്ഞ് പഠിക്കാം കേട്ടോ. ഓർക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ സ്ട്രക്ചർ, അത് കഴിഞ്ഞാൽ സൈക്ലിക് സ്ട്രക്ചർ, അതിന്റെ റീസൺ, അത് കഴിഞ്ഞ ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്, അത് കഴിഞ്ഞ ബീറ്റ ഡി ഗ്ലൂക്കോ പൈറാനോസ്, അതിന്റെ നോട്ട് കേട്ടോ. ഓർക്കുക. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ വേറെ ഒന്നും പഠിക്കാനില്ല. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഇല്ല, നേരെ അതിലേക്ക്. ഇവിടെ ഫ്രക്ടോസിന് ഹെഡിങ് കൊടുത്തു, എന്നിട്ട് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് കൊടുത്തു. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അതിനെ കൂടി നമുക്ക് അങ്ങ് തീർക്കാം കേട്ടോ. പെട്ടെന്ന് ഫ്രക്ടോസ് താഴെ ആണോ അതിന്റെ പേര് കേട്ടോ. ഓർത്തോക്കാം. അവർക്ക് എക്സാം ആണ് കേട്ടോ. ഓർത്തോക്കാം. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് എഴുതി വെച്ചാൽ അടുത്ത ക്ലാസ് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ. ഇത്രയും വരെ പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ. അതിന്റെ പേര്